കഥ തുടരുന്നു. മജീദിനെ അവർ സ്പീഡ് ബോട്ടിൽ കയറ്റി തന്നെ വെറുതെ വിട്ടെന്ന് മാധവൻ ആശ്വസിച്ചു. മണവാളൻ ഫിഷിംഗ് ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. കുഴപ്പമൊന്നുമില്ല, ആവശ്യത്തിന് ഡീസലുമുണ്ട്. അപ്പോൾ മജീദിനെയും കൊണ്ട് നിങ്ങൾ പോയിക്കോ, ഞാൻ ഈ മാധവനുമായി സംസാരിച്ചിരിക്കട്ടെ. പോലീസിലെ പഴയ വീരചരിതമൊക്കെ കേൾക്കാമല്ലോ. എങ്കിൽ ശരി. ധ്രുവ് ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് അകന്നു പോയതും മാധവൻ ആക്രോശിച്ചുകൊണ്ട് മണവാളിന് നേരെ കുതിച്ചു ചാടി. എന്നെക്കുറിച്ച് എന്താണ് വിചാരിച്ചത്? മണവാളൻ വെട്ടിത്തിരിഞ്ഞതും തുഴയെടുത്ത് വീശിയൊരടി. മാധവൻ കാൽ ഒടിഞ്ഞതുപോലെ വീണു. തിരിച്ചു പായുന്നതിനിടയിൽ ധ്രുവിൻ്റെ ഫോൺ ശബ്ദിച്ചു. ഉഗാണ്ടയിൽ നിന്നുള്ള കോൾ. ഞാൻ പെങ്ങന്മാരെയും ഒരുക്കി കാത്തിരിക്കുകയാടാ. എവിടേക്കാണ് വരേണ്ടത്? നിന്റെ അച്ഛ വീട്ടിലേക്കോ? ധ്രുവ് അലറി. അപ്പുറത്ത് അമ്പരപ്പ്. നീ നീ അതേടാ, വരേണ്ട സ്ഥലം പറ. എന്തോ പന്തിക്കേട് തോന്നിയത് കൊണ്ടാവാം അപ്പുറത്ത് കാൾ മുറിഞ്ഞു. ആ നേരത്ത് നകുലും സംഘവും കരയോട് അടുക്കുകയായിരുന്നു. ഉഗാണ്ടയിലെ ഫോൺ കോൾ അവനെയും തേടിയെത്തി. നകുലിന് സംശയം മണത്തു. അവൻ ബോട്ട് വെട്ടിത്തിരിച്ചു. കടലിൽ വെളുത്ത പത റാ പോലെയുണ്ടായി. ശ്രീനിവാസനും ചന്ദ്രസേനും അവരെ പകച്ചു നോക്കി. എന്താ നകുൽ? പറയാം. എന്നാൽ ഉദയം ബോട്ടിനരികിൽ മടങ്ങിയെത്തുവോളം ഒന്നും പറഞ്ഞില്ല. പാരവശ്യത്തോടെ നകുൽ അതിലേക്ക് ചാടിക്കയറി പാഞ്ഞു നടന്ന് എല്ലായിടത്തും നോക്കി. ഒരിടത്തും ആരുമില്ല. അങ്കിൽ അവനിവിടെ വന്നു, അവൻ അലറി. ശ്രീനിവാസനും ചന്ദ്രസേനും കൂടി ഫിഷിംഗ് ബോട്ടിലേക്ക് വീണ്ടും കയറി. അവരെ ഒരു ഭീതി വലയം ചെയ്തു. ഉൾക്കടലാണ്, തങ്ങൾക്ക് നീന്തി രക്ഷപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ ക്ഷണം ശ്രീനിവാസിൻ്റെ ഫോൺ ശബ്ദിച്ചു. സർപ്പദംശനം ഏറ്റതുപോലെ അയാൾ ഞെട്ടിത്തിരിഞ്ഞ് ഫോൺ എടുത്തു. അവനാ ധ്രുവ്. അയാളുടെ ശബ്ദം വിറച്ചു. സ്പീക്കർ മോഡിലിട്ട് എടുക്ക്, നകുൽ നിർദ്ദേശിച്ചു. വിറപ്പുണ്ട വിരലുകൾ കൊണ്ട് അയാൾ ഫോണിൽ കുത്തി. സാർ കരയിലോ കടലിലോ? ധ്രുവിൻ്റെ ചോദ്യം. എന്തിനാ? അയാളുടെ ശബ്ദം പതറി. അല്ല, കടലിൽ വെച്ച് സാറിനെ കണ്ടെന്ന് ആരോ പറയുന്നത് കേട്ടു. പഴയ ഓർമ്മയ്ക്ക് ചൂണ്ടയിടാൻ പോയതാണോ? ശ്രീനിവാസിന് മിണ്ടാനായില്ല. ധ്രുവിൻ്റെ സ്വരം മാറി. എനിക്ക് ഒരിടത്തു നിന്നോ 3 ചൂണ്ടകൾ കിട്ടി. മീൻ പിടിക്കുക മാത്രമല്ല അതിൻ്റെ ഉപയോഗമെന്നും എനിക്ക് മനസ്സിലായി. ആ ചൂണ്ടകൾ ഞാൻ 3 പേർക്ക് ഇര കൊടുത്ത് എറിഞ്ഞു കഴിഞ്ഞു. എറിഞ്ഞത് വിശ്വരൂപൻ ചാന്നാരുടെ മകനായതിനാൽ ഊരിപ്പോരാൻ ബുദ്ധിമുട്ടാകും. കൂട്ടുകാരോടും പറഞ്ഞേര്. കേട്ടു നിന്നിരുന്ന ചന്ദ്രസേനനെ പെരുത്തു കയറി. നീ എന്താടാ, ഭീഷണിപ്പെടുത്തുകയാണോ? അതെ. അപ്പോൾ എല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു അല്ലേ? എങ്കിൽ ഇതുകൂടി എറിഞ്ഞോ. തൻ്റെ തൊപ്പിക്ക് നേരം പുലരുന്നതുവരെ മാത്രമേ ആയുസുള്ളൂ. എടാ പോടാ, സ്വയം രക്ഷപ്പെടാമെങ്കിൽ ആയിക്കോ. കാൽ മുറിഞ്ഞു. നമുക്ക് വേഗം പോകണം. അവൻ ഈ ബോട്ടിൽ ബോംബ് വച്ചിട്ടുണ്ടെങ്കിലോ? ചന്ദ്രസേനൻ്റെ ചോദ്യം മറ്റുള്ളവരെ നടുക്കി. തിടുക്കത്തിൽ അവർ സ്പീഡ് ബോട്ടിൽ കയറി. തൃക്കുന്നപ്പുഴ തിരമാലയോടൊപ്പം സ്പീഡ് ബോട്ട് കരയിലേക്ക് അല്പം കയറി നിന്നു. നകുലും ശ്രീനിവാസനും ചന്ദ്രസേനും ഇറങ്ങി. അടുത്ത നിമിഷം ഇരുളിൽ അനേകം ലൈറ്റുകൾ തെളിഞ്ഞു. അവർ ഞെട്ടിപ്പോയി. തീരം നിറയെ ജനങ്ങൾ, പോലീസ്, മീഡിയക്കാരുടെ ക്യാമറകൾ. മൂവരും ഒന്നും മനസ്സിലാകാതെ പരസ്പരം മിഴിച്ചു നോക്കി. നകുലേ! ശ്രീനിവാസിൻ്റെ വിളിയിൽ ഭീതി വിറകൊണ്ടു. മറ്റുള്ളവരെക്കാൾ മുൻപേ അപകടം ബോധ്യമായ അവന് മിണ്ടാനായില്ല. അപ്പോഴേക്കും ജനങ്ങളും പോലീസും മീഡിയക്കാരും ബോട്ടിനടുത്തേക്ക് കുറെ കൂടി അടുത്തു. അടുത്ത നിമിഷം രക്ഷപ്പെട്ടോ വിളിച്ചു പറഞ്ഞതും നകുൽ ക്യാമറ കണ്ണിൽ പെടാതെ തിരിഞ്ഞ് കടലിലേക്ക് ചാടി. പക്ഷേ MLA ശ്രീനിവാസനും ചന്ദ്രസേനും അവിടെ നിന്ന് അനങ്ങാൻ കഴിഞ്ഞില്ല. പോലീസും ജനങ്ങളും അമ്പരപ്പോടെ അവരെ മാറി മാറി നോക്കി. കാരണം അവർ പ്രതീക്ഷിച്ചത് ഇവരെയല്ലായിരുന്നു. സാറ് ഈ ബോട്ടിൽ? CI അനന്തമൂർത്തി പൊടുന്നതിന് അറ്റൻഷനായി. എന്നിട്ട് തിരക്കി. ദേഷ്യവും സങ്കടവും കൊണ്ട് ചന്ദ്രസേനൻ അടിമുടി വിറച്ചു. എന്താണോ ഇതൊക്കെ? മീഡിയക്കാർ അവരുടെ പണി ആരംഭിച്ചിരുന്നു. സാർമാരെന്തിനാ കടലിൽ പോയത്? ഒരു റിപ്പോർട്ടർ ശ്രീനിവാസനോട് തിരക്കി. അയാൾ വിയർപ്പിൽ കുളിക്കുന്നത് ക്യാമറമാൻ ക്യാമറയിലൂടെ കണ്ടു. ആ മുഖം അയാൾ ഒന്നുകൂടി സൂം ചെയ്തു. ഇതിൻ്റെ അർത്ഥമെന്താനന്തമൂർത്തി? ചന്ദ്രസേനൻ ശബ്ദമുയർത്തി. സാർ, അയാൾ പരുങ്ങലോടെ അറിയിച്ചു. SP ഓഫീസിൽ നിന്ന് കിട്ടിയ മെസ്സേജാ. കടൽ വഴി മയക്കുമരുന്നും ആയുധങ്ങളുമായി ഒരു സംഘം വരുന്നെന്ന്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ജനങ്ങളും മീഡിയക്കാരും കാത്തു നിൽക്കുന്നു. എല്ലായിടത്തും ആരോ വിവരമറിയിച്ചിരുന്നു. ചന്ദ്രസേനൻ അണപ്പല്ലുകൾ കടിച്ചമർത്തി. ജനങ്ങൾക്കിടയിൽ നിന്നിരുന്ന മെമ്പർ കൃഷ്ണൻ ഗൂഢമായി പുഞ്ചിരിച്ചു. ധ്രുവിൻ്റെ ഫോൺ കോൾ വന്നയുടൻ താനും തൻ്റെ ആളുകളുമാണ് ഇവിടുത്തുകാരെ വിളിച്ചുണർത്തി വിവരം പറഞ്ഞത്. വാർത്ത തീ പോലെ പടരുകയായിരുന്നു. വലിയഴിക്കിൽ നിന്നും 50ഓളം പേർ വന്നിട്ടുണ്ട്. സൈക്കിളിലും ഓട്ടോറിക്ഷയിലും ഒക്കെയായിട്ട്. മയക്കുമരുന്നും ആയുധങ്ങളുമായി തങ്ങളുടെ തീരത്ത് ഭീകരർ അടുക്കുന്നുവെന്നറിഞ്ഞാൽ ജനം ഇളകാതിരിക്കുമോ? ബോട്ട് കരയ്ക്കെത്തുന്നതുവരെ ആരും ലൈറ്റ് തെളിക്കരുതെന്ന് CI അനന്തമൂർത്തിയുടെ നിർദ്ദേശമായിരുന്നു. മയക്കുമരുന്നോ ആയുധമോ എന്തൊക്കെയാണ് ബോട്ടിലുള്ളതെന്ന് നോക്കടാ, ചന്ദ്രസേനൻ ആക്രോശിച്ചു. ക്യാമറകൾ ബോട്ടിലേക്ക് തിരിഞ്ഞു. അതിനുള്ളിൽ ഒന്നുമില്ല. ഇപ്പോൾ ശ്രീനിവാസൻ നാവനക്കി. സുഹൃത്തുക്കളെ, ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടി ആരോ മനഃപൂർവ്വം ഉണ്ടാക്കിയ കഥയാണ് എല്ലാം എന്ന് മനസ്സിലായല്ലോ. എന്നാൽ മീഡിയക്കാർ വിട്ടില്ല. ഈ നേരത്ത് സാർമാർ കടലിൽ പോയതിന് കാരണമുണ്ടാവണമല്ലോ. മാത്രമല്ല ഒരാൾ ഈ ബോട്ടിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയും ചെയ്തു. അതാരാണ്? ഒരു രഹസ്യവുമില്ലെങ്കിൽ അയാളെന്തിനാ ഓടിയത്? അത് ശ്രീനിവാസൻ പരുങ്ങലോടെ ചന്ദ്രസേനെ നോക്കി. എന്താടാ, ഞങ്ങൾക്ക് കടലിൽ പോയിക്കൂടെന്ന് നിയമം വല്ലതുമുണ്ടോ? ചന്ദ്രസേനൻ്റെ മുഖം മുറുകി.
ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല സാറേ, ആകെ കൂടി ഒരു ദുരൂഹത മണക്കുന്നുണ്ട്. റിപ്പോർട്ടർ മൈക്രോഫോൺ നീട്ടിപ്പിടിച്ചു. മണക്കുന്നത് ദുരൂഹതയല്ലടാ. ചന്ദ്രസേനൻ നാവിൽ വന്ന തെറി കടിച്ചു വിഴുങ്ങി. ബോട്ടിൽ നിന്ന് ചാടിപ്പോയത് ആരാണെന്നെങ്കിലും പറ സാറേ, മറ്റൊരാൾ പരിഹസിച്ചു. ഈ ബോട്ടിൻ്റെ ഡ്രൈവറാ. നിങ്ങളെയൊക്കെ കണ്ട് ഭയന്നിട്ടാവും. അത് അയാളോട് ചോദിക്കണം. സാറുവാ. ശ്രീനിവാസനെയും കൂട്ടി ചന്ദ്രസേനൻ ബോട്ടിനരികിൽ നിന്ന് മുന്നോട്ട് നീങ്ങി. മാറങ്ങോട്ട്. അയാൾ ഇരുവശത്തേക്കും കൈകൾ വീശി. പക്ഷേ അടുത്ത സെക്കൻഡിൽ റിപ്പോർട്ടർമാരിൽ ഒരാൾ കൈ ചൂണ്ടി. അതെന്താ? അവർ പെട്ടെന്ന് തിരിഞ്ഞു. എല്ലാവരും കണ്ടു ബോട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കയർ. അതിൻ്റെ അഗ്രം കടലിലേക്ക് നീണ്ടു കിടക്കുന്നു. ശ്രീനിവാസിൻ്റെയും ചന്ദ്രസേൻ്റെയും ഉള്ളിൽ അവ്യക്തമായൊരു ഭീതി പുളഞ്ഞു. അതെന്താ സാറേ, വല്ല കുഴപ്പവുമാണോ? അനന്തമൂർത്തി ചന്ദ്രസേനോട് ശബ്ദം താഴ്ത്തി. പോയി നോക്കടോ. ഞാനെങ്ങനെ അറിയാനാ? അയാൾ അസ്വസ്ഥനായി. പോലീസും ജനങ്ങളും ചേർന്ന് ആ പ്ലാസ്റ്റിക് കയർ കരയിലേക്ക് വലിച്ചു. അതിൻ്റെ അങ്ങേ തലയ്ക്കൽ ഭാരമുള്ളതെന്തോ ഉണ്ടെന്നുറപ്പായി. ചന്ദ്രസേന. ശ്രീനിവാസൻ അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എനിക്കറിയത്തില്ല. ചന്ദ്രസേനനും പരിഭ്രമമായി. അപ്പോഴേക്കും കയറിൻ്റെ അഗ്രത്തിൽ ചത്തടഞ്ഞ ഒരു ജീവിയെപ്പോലെ എന്തോ പ്രത്യക്ഷപ്പെട്ടു. തിരയിലൂടെ അവർ അത് വലിച്ചു കയറ്റി. ടോർച്ചുകളുടെയും ക്യാമറകളുടെയും വെളിച്ചം അതിൽ പതിഞ്ഞു. ഒരു ശവം. കൃഷ്ണൻ വിളിച്ചു പറഞ്ഞു. ഈശ്വരാ. ശ്രീനിവാസൻ നെഞ്ചിൽ കൈവച്ചു. അയാൾക്ക് ശ്വാസം വിലങ്ങി. തൻ്റെ വീട്ടിൽ നിന്ന് ഒരു ശവം കണ്ടെടുത്തതിൻ്റെ കേസ് ഇനിയും തീർന്നിട്ടില്ല. അതിനിടയിൽ ഒന്നും കൂടി. ശവം എന്ന് കേട്ടതേ ജനം തിങ്ങിയെടുത്തു. ആദ്യം ആര് പടമെടുക്കും എന്ന മട്ടിൽ ക്യാമറമാന്മാരുടെ തിരക്ക് വേറെ. അങ്ങോട്ട് നീങ്ങടാ. ജനങ്ങളെ തള്ളിമാറ്റി ചന്ദ്രസേന മുന്നിലേക്ക് ചെന്നു. ഞെട്ടിപ്പോയി. മാധവൻ്റെ ശവം. കൃഷ്ണനും വലിയഴീക്കിൽ നിന്ന് വന്നവരും അത് തിരിച്ചറിഞ്ഞു. ഇതിനായിരുന്നു കടലിൽ പോയത് അല്ലേ? ഇവനെ കൊല്ലാൻ അല്ലേ സാറേ? ജനത്തിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ശ്രീനിവാസൻ വിറങ്ങലിച്ചു നിന്നു. ജനപ്രതിനിധികളായാൽ ഇങ്ങനെ വേണം അവരുടെ പരിഹാസം. ശ്രീനിവാസിൻ്റെ ഉള്ളിൽ ഒരു ചുഴലിക്കാറ്റ് വട്ടം ചുറ്റി. ഇലക്ഷൻ അടുത്തു വരികയാണ്. തൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഉള്ളവർക്ക് തന്നോട് പകയുണ്ട്. അവർക്കൊരു ആയുധം കിട്ടിയിരിക്കുന്നു. അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാരിനെതിരെ പ്രയോഗിക്കുവാൻ പ്രതിപക്ഷത്തിന് ഒരു കാര്യം കൂടി കിട്ടി. ഒട്ടും വ്യത്യസ്തമല്ലായിരുന്നു ചന്ദ്രസേനൻ്റെയും അവസ്ഥ. തൻ്റെ തൊപ്പി തെറിക്കുമെന്ന് ധ്രുവ പറഞ്ഞത് അയാൾ ഓർത്തു. അവൻ ഒരു മുഴം മുമ്പേ എറിഞ്ഞിരിക്കുന്നു. അവനാണ് തങ്ങളെ കുരുക്കിയതെന്ന് പറഞ്ഞാൽ മജീദിൻ്റെ കാര്യവും പറയേണ്ടി വരും. ഇതൊരു ഊരാക്കുടുക്കാണ്. സാർ, എന്തു ചെയ്യണം? അനന്തമൂർത്തി ഡിവൈഎസ്പിക്ക് മുന്നിലെത്തി. എന്നെയും MLAയും തനിക്ക് അറസ്റ്റ് ചെയ്യണോ? അതിനുള്ള ധൈര്യം തനിക്കുണ്ടോ? പ്രോട്ടോകോൾ അനുവദിക്കുമെങ്കിൽ ചെയ്യടോ. അനന്തമൂർത്തിയുടെ മുഖം കുനിഞ്ഞു. സാറുവാ. ചന്ദ്രസേനൻ ശ്രീനിവാസിൻ്റെ കൈ പിടിച്ചുകൊണ്ട് തിടുക്കത്തിൽ മുന്നോട്ട് നീങ്ങി. മുൻകൂർ ജാമ്യം എടുക്കാൻ പോവുകയാവും. പിന്നിൽ നിന്ന് ആരോ പരിഹസിക്കുന്നത് അവർ കേട്ടു. ഇരുവരും വാഹനത്തിൽ കയറി മിന്നൽ വേഗത്തിൽ ഓടിച്ചുപോയി. ധ്രുവ് ആ നേരത്ത് പുല്ലുകുളങ്ങരയിലായിരുന്നു, രാജേന്ദ്രൻ ഡോക്ടറുടെ അരികിൽ. മജീദിൻ്റെ ശരീരത്തിൽ നിന്ന് ഡോക്ടർ ചൂണ്ടകൾ നീക്കം ചെയ്ത് സ്റ്റിച്ചിട്ടു. എന്നിട്ട് ICUവിലേക്ക് മാറ്റിയിട്ട് രക്തം കൊടുക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്തു. ഈ കാര്യം രഹസ്യമായി വഹിക്കാനായിരുന്നു ധ്രുവിൻ്റെ തീരുമാനം. തൃക്കുന്നപ്പുഴയിലെ വിവരങ്ങൾ മെമ്പർ കൃഷ്ണൻ അവനെ വിളിച്ച് അറിയിച്ചിരുന്നു. അടുത്ത പരിപാടി എന്താ കൊച്ചങ്ങത്തെ? യാക്കൂബ് അവനെ നോക്കി. തൽക്കാലം നമുക്ക് അനങ്ങാതെ നിൽക്കാം. ഏതായാലും അടുത്ത കാലത്തൊന്നും ചന്ദ്രസേനൻ പോലീസിൻ്റെ തൊപ്പി വയ്ക്കില്ല. തങ്ങളല്ലാതെ മറ്റാരെങ്കിലുമാണ് മാധവനെ കൊന്നെന്ന് തെളിയിക്കാനും അവർക്കാവില്ല. എങ്കിലും നകുലിനെ സൂക്ഷിക്കണം. ധ്രുവ് എഴുന്നേറ്റു. യാക്കൂബ് ഇവിടെ ഉണ്ടാവണം. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എല്ലാം കൃത്യമായി ചെയ്ത നിലയ്ക്ക് മണവാളൻ ഇപ്പോൾ കരയിലെത്തിയിട്ടുണ്ടാവും. ധ്രുവ് ഡോക്ടർ രാജേന്ദ്രനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. രാത്രി തന്നെ ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസായി വാർത്ത പ്രത്യക്ഷപ്പെട്ടെങ്കിലും ജനം അറിയുന്നത് പുലർച്ചോടെയാണ്. അതോടെ അവർ ഇളകി. MLAയുടെ വീട്ടിലേക്കും DYSP ഓഫീസിലേക്കും ജനകീയ മാർച്ച്. രണ്ടിടത്തും പോലീസ് തടഞ്ഞു. ഉന്തും തള്ളും ലാത്തിചാർജിൽ കലാശിച്ചു. ശ്രീനിവാസനെയും ചന്ദ്രസേനയെയും കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. ഇനി അവർ മുൻകൂർ ജാമ്യവുമായി പുറത്തു വരികയുള്ളൂവെന്ന് ചാനൽ ചർച്ചകളിൽ അഭിപ്രായം വന്നു. ഇരുവരെയും പിടികൂടാൻ ഇതിൽ നല്ല ഒരവസരമില്ലെന്ന് ധ്രുവും മനസ്സിലാക്കി. എന്നാൽ അവരുടെ നമ്പറുകൾ ട്രേസ് ചെയ്യാൻ നോക്കിയിട്ട് കഴിയുന്നില്ല. രണ്ടും സ്വിച്ച് ഓഫ് ആണ്. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ തൊട്ടടുത്ത ദിവസം ആലപ്പുഴ ജില്ലയിൽ ഹർത്താൽ. മാധവൻ്റെ കൊലയാളിയായി മറ്റാരെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. MLAയും DYSPയും കടലിൽ പോയതും ദുരൂഹതയായി തുടരുന്നു. ബോട്ടിൽ നിന്ന് ചാടിപ്പോയവനെക്കുറിച്ചും വ്യക്തതയില്ല. കേസ് അന്വേഷണത്തിൻ്റെ ചുമതല SP നേരിട്ട് ഏറ്റെടുത്തു. 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. മജീദിന് നല്ല പുരോഗതിയുണ്ട്. മണവാളനോ യാക്കൂബോ ആരെങ്കിലും മാറി മാറി ഹോസ്പിറ്റലിൽ നിൽക്കും. മജീദിൻ്റെ ഭാര്യയോട് ധ്രുവ് നേരിട്ട് കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്തിയിരുന്നു. നകുൽ എവിടെയാണെന്നറിയാനുള്ള ധ്രുവിൻ്റെ ശ്രമവും പരാജയപ്പെട്ടു. 4-ാം ദിവസം രാവിലെ നകുലിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കായൽക്കരയിൽ നിൽക്കുകയായിരുന്നു ഭാരതി അമ്മാൾ. അവനെ കിട്ടുന്നില്ല. ആരോടും തിരക്കാനും കഴിയുന്നില്ല. മറുപടി പറയേണ്ടവർ 2 പേരും ഒളിവിലുമാണ്. കായലിലെ ചെളി കോരിക്കൊണ്ടു പോകുന്ന ഒരു വള്ളം തീരം ചേർന്ന് വരുന്നത് അവർ കണ്ടു. വള്ളത്തിൽ കറുത്ത ചെളി കുത്തി നിറച്ചിരിക്കുന്നു. അതിൽ 3 പേരുണ്ട്. വള്ളം ഉദയാസ്തമയത്തിൻ്റെ ബോട്ട് ഹൗസിന് എത്തിയതും ഒരാൾ വെള്ളത്തിലേക്ക് ചാടി. ഭാരതി അമ്മാളുടെ നെറ്റി ചുളിഞ്ഞു. അവർ വേഗം അവിടേക്ക് ചെന്നു. വെള്ളത്തിൽ നിന്ന് ഒരാൾ ഉയർന്നു വന്നു. ലുങ്കിയും ഷർട്ടും വേഷം. അവരുടെ കണ്ണുകൾ മിഴിഞ്ഞു. നകുൽ. മോനെ. അവരുടെ ഒച്ചയിൽ ആഹ്ലാദം അലത്തല്ലി. ഞാനിപ്പോൾ നിന്നെക്കുറിച്ച് ഓർത്തതേയുള്ളൂ. എന്താ ഓർത്തത്? അവൻ പടിക്കെട്ടിലിരുന്നു. ആ ധ്രുവ് എന്നെയും കൊന്നുകളഞ്ഞെന്നാണോ? ഭാരതി അമ്മാളുടെ മുഖം മുറുകി.
അങ്ങനെ ചിന്തിക്കാനായിരുന്നെങ്കിൽ എനിക്കിതെല്ലാം ചെയ്തു കൂട്ടേണ്ട കാര്യമുണ്ടായിരുന്നോ? ചെയ്യേണ്ട നേരത്തെ ഓരോന്ന് ചെയ്യാതിരുന്നതാ എല്ലാത്തിൻ്റെയും കാരണം. നകുൽ തല കുടഞ്ഞു. മുത്തുമണികൾ പോലെ വെള്ളം ചിതറി. ആ പെണ്ണിനെ കൊല്ലാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ധ്രുവ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലായിരുന്നു. അത് തൻ്റെ വീഴ്ചയാണെന്ന് ഭാരതീയമ്മാളിനും അറിയാം. അതുപോട്ടെ, ശ്രീനിയേട്ടന് ചന്ദ്രസേനന് ഒളിവിലല്ലേ? നിനക്കും കൂടി ഒന്ന് മാറി നിന്നുകൂടായിരുന്നോ? ഡൽഹിക്കോ മുംബൈയിലേക്കോ എവിടേക്കെങ്കിലും? ഇല്ല. അവൻ്റെ കണ്ണുകൾ ചുവന്നു. ഞാൻ എന്തിനു പോകണം? അവനെ പേടിച്ചിട്ടോ? അതിനല്ല. അമ്മാളുടെ സ്വരം മാർദ്ദവത്തിലായി. നിനക്കിപ്പോൾ പോലീസിൻ്റെയോ പൊളിറ്റിക്സിൻ്റെയോ പിൻബലം ലഭ്യമല്ല. മാത്രമല്ല, ബോട്ടിൽ നിന്ന് ചാടിപ്പോയവനെക്കുറിച്ചും SP അന്വേഷിക്കുന്നുണ്ട് എന്നറിഞ്ഞു. CI അനന്തമൂർത്തിക്ക് നീയും ഞാനുമായുള്ള ബന്ധം അറിയാത്തത് ഭാഗ്യം. നമ്മൾ ഒന്നിച്ചു കൂടിയപ്പോഴൊന്നും അയാളെ പങ്കെടുപ്പിച്ചിരുന്നില്ലല്ലോ. നകുൽ കായലിലേക്ക് നോക്കി ഒരു നിമിഷം ഇരുന്നു. അനന്തമൂർത്തി നമുക്കൊപ്പം നിൽക്കില്ലേ? പറയാൻ പറ്റില്ല. പോലീസല്ലേ. ചന്ദ്രസേനൻ കൂടെയുള്ളപ്പോൾ അയാൾ ഏട്ടനും ധ്രുവനും എതിരെ നിന്നിട്ടുണ്ട്. അയാൾ മറ്റാരെയും അനുസരിക്കാത്ത കൂട്ടത്തില. നിസ്സഹായത കൊണ്ടാവും അന്ന് അങ്ങനെയൊക്കെ. ബാക്കി പറയും മുമ്പ് നകുൽ കൈ ഉയർത്തി. മാധവൻ അമ്മയുടെ മാനേജറായിരുന്നതിനാൽ ഇവിടേക്ക് പോലീസ് വരേണ്ടതാണല്ലോ. വന്നോ? ഇല്ല. പെട്ടെന്ന് ഓർത്തുപോലെ ഭാരതിയമ്മാൾ തിരക്കി. നീ ഇപ്പോഴിങ്ങോട്ട് വന്നതെന്തിനാ? ഇവിടെ താമസിക്കാൻ. ഭാരതിയമ്മാൾ നടുങ്ങി. ആരെങ്കിലും അറിഞ്ഞാൽ? അറിയാൻ പാടില്ല. കടുപ്പിച്ച് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റു ബംഗ്ലാവിന് നേർക്ക് നടന്നു. ഭാരതിയമ്മാൾ വേവലാതിയോടെ പിന്നാലെ ചെന്നു. വേലക്കാരി അശ്വതി അടുക്കളയിലായിരുന്നു. അവൾ കാണാതെ മുൻവാതിലിലൂടെ അവർ അവനെ അകത്ത് കയറ്റി. നീ തൽക്കാലം എൻ്റെ മുറിയിൽ കഴിഞ്ഞാൽ മതി. അവർ അവൻ്റെ കൈ പിടിച്ച് തൻ്റെ മുറിയിലേക്ക് പോയി. എന്നാൽ ഭാരതിയമ്മാൾ നകുലിനൊപ്പം മുറിയിലേക്ക് കയറുന്നത് അവിടെ സ്ഥാപിച്ചിരുന്ന ക്യാമറയിലൂടെ ധ്രുവ് തൻ്റെ ലാപ്ടോപ്പിൽ കണ്ടു. അവൻ്റെ മുഖം വികസിച്ചു. അപ്പോൾ തന്നെ ധ്രുവ് ആലപ്പുഴ SP ഓഫീസിലേക്ക് വിളിച്ചു. ബാംഗ്ലൂരിൽ നിന്നെടുത്ത SIM കാർഡ് ഉപയോഗിച്ച്. നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന മാധവൻ്റെ കൊലയാളികളിൽ ഒരാൾ വലിയഴീക്കലുണ്ട്. അവൻ കാര്യം ചുരുക്കി പറഞ്ഞു. 1.5 മണിക്കൂർ SPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് 3 വാഹനങ്ങളിലായി ചീറിപ്പാഞ്ഞു പോകുന്നത് വീടിൻ്റെ വരാന്തയിലിരുന്ന് ധ്രുവ് കണ്ടു. മെമ്പർ കൃഷ്ണനും യാക്കൂബും അപ്പോൾ അവൻ്റെ അടുത്തുണ്ടായിരുന്നു. അവർ പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു. ആ നേരത്ത് ഭാരതിയമ്മാളുടെ മുറിക്കുള്ളിൽ 2 പെഗ് വിസ്കി അകത്താക്കിയിട്ട് നകുൽ പറയുകയായിരുന്നു. 2 ദിവസം അമ്മേ. ഞാൻ നേരിട്ട് ധ്രുവിനെയും അവൻ്റെ പെങ്ങന്മാരെയും കൊന്നിരിക്കും. അതിനുള്ള എല്ലാ പദ്ധതികളും ഞാൻ ഒരുക്കി കഴിഞ്ഞു. പെട്ടെന്ന് വാതിലിൽ ആരോ മുട്ടി. ഭാരതിയമ്മാളുടെ നെറ്റി ചുളിഞ്ഞു. നകുൽ ശരവേഗത്തിൽ അവിടെ നിന്ന് മാറി. ഭാരതിയമ്മാൾ വാതിൽ തുറന്നു. മുന്നിൽ വേലക്കാരി അശ്വതി. എന്താടി? അവർക്ക് ദേഷ്യം വന്നു. പോലീസ് ഗേറ്റിന് മുന്നിൽ. ശിരസിൽ പങ്കായം കൊണ്ട് അടിയേറ്റ അവസ്ഥയായി ഭാരതിയമ്മാളിന്. നീ പോയിക്കോ പറഞ്ഞിട്ട് അവർ വാതിൽ ചാരി. അശ്വതി പറഞ്ഞത് നകുൽ കേട്ടിരുന്നു. മാധവനെക്കുറിച്ച് തിരക്കാനായിരിക്കും. അമ്മ ചെല്ല്. അർദ്ധശങ്കയോടെയാണ് ഭാരതിയമ്മാൾ പടിഞ്ഞാറെ സിറ്റൗട്ടിലെത്തിയത്. അവരുടെ ഉടൽ ഒന്ന് വിറച്ചു. 3 പോലീസ് വാഹനങ്ങൾ. ഗേറ്റ് തുറക്കണോ വേണ്ടയോ? ഒരു മാത്രം ചിന്തിച്ചു. ഗേറ്റിന് മുന്നിലേക്ക് 2 പോലീസുകാർ ഇറങ്ങി വന്നു. ഇനി വൈകിയാൽ അവർ സംശയിക്കും. ഭാരതിയമ്മാൾ റിമോട്ട് എടുത്ത് ഗേറ്റ് തുറന്നു. പോലീസ് വാഹനങ്ങളകത്തേക്ക് ഇരച്ചു കയറി വന്നു. SPയുടെ ഇന്നോവ മുൻഭാഗത്ത് ബ്രേക്കിട്ടു. ജീപ്പുകൾ 2ഉം ബംഗ്ലാവിന് ഇരുവശത്തും കൂടി പിന്നോട്ട് പോയി. SP ശിഹാബുദ്ദീൻ്റെ ഒപ്പം CI അനന്തമൂർത്തിയും ഭാരതിയമ്മാളുടെ മുന്നിലെത്തി. അമ്മാൾ വിനയം നടിച്ചു. കയറിവാ സാറന്മാരെ. ഏട്ടനെക്കുറിച്ച് എന്തെങ്കിലും വിവരം? SPയുടെ മുഖത്ത് ഗൗരവം. ഭാരതിയമ്മാൾ. അതെ. മിസ്റ്റർ ചാന്നാരെക്കുറിച്ച് സംസാരിക്കാനല്ല ഞങ്ങൾ വന്നത്. മാധവൻ. അയാൾ നിങ്ങളുടെ മാനേജറായിരുന്നു അല്ലേ? അതെ സാർ. SP മൂളി. അയാളെ കൊലപ്പെടുത്തിയ കാര്യം അറിഞ്ഞല്ലോ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയം? അമ്മാളുടെ കണ്ണുകളിൽ കൗശലം മിന്നി. ധ്രുവിനെ എനിക്ക് സംശയമുണ്ട് സാർ. ആരാ ധ്രുവ്? എൻ്റെ സഹോദരപുത്രനാണ്. അയാൾ മാധവനെ കൊല്ലാനുള്ള മോട്ടീവ്? ഞാൻ മാധവനെ മാനേജറാക്കിയത് അവന് ഇഷ്ടപ്പെട്ടിരുന്നില്ല സാർ. SP അവരുടെ മുഖത്തേക്ക് നോട്ടം നട്ടു. MLAയോ DYSPയോ മാധവനെ കൊല്ലുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല സാർ. അവർ എൻ്റെ അറിവിൽ വളരെ നല്ലവരാണ്. പിന്നെങ്ങനെ ആ ബോട്ടിൽ ശവം വന്നു? ആ ബോട്ട് നിങ്ങളുടെ പേരിലുള്ളതാണെന്നും കോവളത്ത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണെന്നും ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. ഭാരതിയമ്മാളൊന്ന് പരിങ്ങി. ശിഹാബുദ്ദീൻ അനന്തമൂർത്തിയൊന്ന് നോക്കിയിട്ട് അടുത്ത ചോദ്യവും തൊടുത്തു. ആ ബോട്ടിലുണ്ടായിരുന്ന 3-ാമനെ നിങ്ങൾക്കറിയാമോ? ഞാനെങ്ങനെ അറിയും സാർ? അവർ ചിരിക്കാൻ ശ്രമിച്ചു. പിന്നെ എന്തിനാ നിങ്ങൾ അവനെ ഈ വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുന്നത്? കാൽക്കീഴിലെ തറ ഇളകി മറിയുന്നത് പോലെ ഭാരതിയമ്മാൾ ഒന്ന് പിടഞ്ഞു. അവളുടെ ഭാവമാറ്റം പോലീസ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായി. നകുൽ. അതല്ല അവൻ്റെ പേര്. ഇങ്ങോട്ട് വിളിക്കണം. ഭാരതിയമ്മളുടെ മുഖം ചോര പറ്റിയതുപോലെ വിളറി. അവനെങ്ങനെ ഇവിടെ? അപ്പോൾ നിങ്ങൾ അവനെ അറിയും. ആരാവൻ? ശിഹാബുദ്ദീൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഭാരതിയമ്മാൾ ശരിക്കും പതറി. അങ്ങനെ ഒരാളെ എനിക്ക് അറിയില്ല സാർ. SP അനന്തമൂർത്തിക്ക് നേരെ വെട്ടിത്തിരിഞ്ഞു. നമുക്ക് വേസ്റ്റാക്കാൻ സമയമില്ല. സെർച്ച്. സാർ. അയാൾ പോലീസുകാർക്ക് ആംഗ്യം കാട്ടി. അവർ അകത്തേക്ക് പാഞ്ഞു കയറി. ഭാരതിയമ്മാൾ പിന്നാലെ പോകാൻ ഭാവിച്ചപ്പോൾ SPയുടെ ശബ്ദമുയർന്നു. നിങ്ങളിവിടെ നിൽക്ക്. അവർ തളർന്നതുപോലെ കട്ടിളപ്പടിയിലേക്ക് ചാരി. കിഴക്കുവശത്തേക്ക് പോയ പോലീസ് ജീപ്പുകളിലുണ്ടായിരുന്നവർ അടുക്കള വാതിൽക്കലും പ്രധാന വാതിൽക്കലും നിലയുറപ്പിച്ചിരുന്നു. അശ്വതി ആകെ പരിഭ്രമിച്ചു. പോലീസ് വീട് മുഴുവൻ തിരിഞ്ഞു. പക്ഷേ നകുലിനെ കിട്ടിയില്ല. ഭാരതിയമ്മാളിന് ആശ്വാസമായി.
ഇവിടെ വേറെ ആരൊക്കെയുണ്ട്? ശിഹാബുദ്ദീൻ തിരക്കി. ഒരു വേലക്കാരിയുണ്ട് സാർ, വിളിക്കേ. അശ്വതി എസ് പിയുടെ മുന്നിലെത്തി. ഭാരതീയമാളിന് ധൈര്യം തോന്നി. അശ്വതി നകുലിനെ കണ്ടിട്ടില്ല. എസ് പി അശ്വതിയെ അടിമുടി ശ്രദ്ധിച്ചു. എന്താടി ഒരു കള്ളലക്ഷണം? അയ്യോ ഒന്നുമില്ല സാർ, അശ്വതി ഭയന്നു. ഈ വീട്ടിലുണ്ടായിരുന്ന ആളെവിടെ? ആരുമില്ലായിരുന്നു സാർ, പക്ഷേ ഒരു കള്ളൻ സാറുമാർ വന്നപ്പോൾ ഇവിടെ നിന്നിറങ്ങി ഓടി, കായലിലേക്ക് ചാടി സാറേ. ഭാരതീയമ്മാൾ ശബ്ദയായി. അശ്വതിയെ പകയോടെ അവർ നോക്കി. എടി കള്ളം പറയരുത്. അല്ല കൊച്ചമ്മേ, ഇവർ വന്ന കാര്യം കൊച്ചമ്മയോട് പറഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ ചെന്നപ്പോഴാണ് അയാൾ ഇറങ്ങി ഓടിയത്. എസ് പിയുടെ ഭാവം മാറി. അയാൾ ഭാരതീയമ്മാളിന് നേരെ തിരിഞ്ഞു. നകുലല്ലേ ഓടിപ്പോയത്? അറിയില്ല സാർ, ഞാൻ ആരെയും കണ്ടില്ല. അശ്വതി പറഞ്ഞതുപോലെ വല്ല കള്ളനും. അടുത്ത നിമിഷം എസ് പിയുടെ ഫോണിലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. അയാൾ അതെടുത്ത് നോക്കി. ഒരു ഫോട്ടോ. ശിഹാബുദ്ദീൻ അത് അനന്തമൂർത്തിയെ കാണിച്ചു. എന്നിട്ട് അവർ ഇരുവരും എന്തോ സ്വരം താഴ്ത്തി സംസാരിച്ചു. പിന്നെ ഫോൺ ഭാരതീയമ്മാളിന് നേർക്ക് തിരിച്ചു പിടിച്ചു. നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാരാ? ഇതല്ലേ നകുൽ? ഭാരതീയമ്മാൾ അതിലേക്ക് നോക്കി. അവർക്ക് തല കറങ്ങി. കുറച്ചു മുമ്പ് താൻ നകുലിൻ്റെ കൈപ്പിടിച്ച് മുറിയിലേക്ക് വരുന്ന ഫോട്ടോ. ഉമിനീർ ഇറക്കാൻ പോലും അവർ പാടുപെട്ടു. എസ് പിയുടെ വാക്കുകൾ ഇടിമുഴക്കം പോലെ അവരുടെ കാതുകളിൽ തുളഞ്ഞിറങ്ങി. ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് നിങ്ങളെ കസ്റ്റഡിയിലെടുക്കാം, എന്നാൽ അത് ചെയ്യുന്നില്ല. എത്രയും വേഗം നകുലിനെ എൻ്റെ മുന്നിൽ ഹാജരാക്കിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അതല്ലെങ്കിൽ നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയാവുന്ന മാധവനെ ഇവനെ ഉപയോഗിച്ച് നിങ്ങൾ കൊലപ്പെടുത്തിയെന്ന് എനിക്ക് കരുതേണ്ടി വരും. എസ് പി തിരിഞ്ഞു നടന്നു. പിന്നാലെ CIയും പോലീസുകാരും. ഛേ, വിവരമറിഞ്ഞപ്പോൾ ധ്രുവ് തല കുടഞ്ഞു. കൃഷ്ണൻ അവന് ഉറപ്പ് നൽകി. സാരമില്ല കൊച്ചങ്ങത്തെ, ഇനി ഈ വലിയഴിക്കൽ അവൻ കാൽകുത്തിയാൽ നമ്മൾ പിടിച്ചിരിക്കും. ദിവസങ്ങൾ ചിലതുകൂടി കഴിഞ്ഞു. മജീദ് ആശുപത്രിയിൽ നിന്ന് വന്നു. ശ്രീനിവാസിനെക്കുറിച്ചോ ചന്ദ്രസേനെക്കുറിച്ചോ യാതൊരു വിവരവുമില്ല. അതിന് പിന്നിലും ഒരു തന്ത്രമുണ്ടാവുമെന്ന് ധ്രുവ് സംശയിച്ചു. ഇതിനിടെ ഫെമിനയുടെ നമ്പറുകൾ മാറി മാറി ട്രേസ് ചെയ്തുകൊണ്ടിരുന്നു അവൻ. ഏതെങ്കിലും ഒരു നിമിഷം കിട്ടുമെന്ന് അവനറിയാം. മണിമോളുടെ നിലയിൽ പുരോഗതി ഉണ്ടായി തുടങ്ങി. അവളിപ്പോൾ കൈകൾ ചലിപ്പിക്കുന്നുണ്ട്. ക്ഷിപ്രയും അവിടുത്തെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഒരു ദിവസം കൂടി പിന്നിട്ടു. തേനി മെഡിക്കൽ കോളേജ്. തേനി മധുര ഹൈവേക്ക് വലതുവശത്തായിരുന്നു അത്. ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ. പുറത്തുമായി പോയി ഫ്രൂട്ട്സും മറ്റും വാങ്ങിക്കൊണ്ട് 2ാം നിലയിലെ ഒരു റൂമിലെത്തി ഫെമിന. അകത്ത് കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിൽ ചാരിവച്ച തലയണയിൽ ചാരിയിരിക്കുകയായിരുന്നു വിശ്വരൂപൻ ചാന്നാർ. അയാളുടെ വയറ്റത്തും പുറത്തും അപ്പോഴും ബാൻഡേജ് ഉണ്ട്. അടുത്ത് ഒരു കസേരയിൽ മേരിയിരിക്കുന്നു. ഫെമിന പായ്ക്കറ്റുകൾ മേശപ്പുറത്ത് വെച്ചു. ഹോ, പുറത്ത് എന്താ ചൂട്. അവൾ ഫാനിൻ്റെ വേഗം കൂട്ടിയിട്ട് കട്ടിലിലിരുന്നു. ചാന്നാർ അവളെ നോക്കി. വലിയഴിക്കൽ എന്തുണ്ട് മോളെ വിശേഷം? 2 നാളായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. MLAയും DYSPയും ഒളിവിൽ തന്നെ. മജീദ് ഹോസ്പിറ്റൽ വിട്ടു. എൻ്റെ മക്കളോ? ചാന്നാരുടെ സ്വരത്തിൽ നൊമ്പരം. പാവങ്ങൾ എങ്ങനെ ജീവിച്ചവരാണിപ്പോൾ? ഫെമിന മിണ്ടിയില്ല. ചാന്നാർ തുടർന്നു. ധ്രുവ് ഓരോന്നും ചെയ്തു കൂട്ടുന്നത് അറിയുമ്പോൾ എനിക്ക് പേടിയാ. അതിൽ വിഷമിക്കേണ്ടെങ്കിൽ അയാൾ പോലീസല്ലേ, ഒരു പഴുതും വായിക്കാതെയാ ഓരോന്നും. എന്നാലും കൊല്ലുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാവി. കൊല്ലേണ്ടവരെ കൊല്ലേണ്ട നേരത്തെ കൊല്ലാതിരുന്നതാ പലതിനും കാരണം. സൈകെട്ടാൽ പിന്നെ എന്ത് ചെയ്യണം? പറഞ്ഞത് മേരിയാണ്. ചാന്നാർ അവരെ സൂക്ഷിച്ചു നോക്കി. എനിക്ക് അവനെ കാണണം, ധ്രുവിനെ. എങ്കിൽ കണ്ടോളൂ. വാതിൽക്കൽ നിന്നൊരു ശബ്ദം. മൂവരും അവിടേക്ക് നോക്കി. വാതിൽ പാളികളിൽ പിടിച്ച് അവൻ. ധ്രുവ് ചാന്നാർ. മോനെ. ആഹ്ലാദം കാരണം വിശ്വരൂപൻ ചാന്നാരുടെ കണ്ടത്തിൽ നിന്ന് ശബ്ദം പുറത്തു വന്നില്ല. ധ്രുവ് അനങ്ങാതെ ഒരു നിമിഷം കൂടി അവിടെ തന്നെ നിന്ന് അച്ഛനെ ശ്രദ്ധിച്ചു. കാര്യമായ ക്ഷീണമൊന്നുമില്ല. താടിയും മുടിയും ഇത്തിരി വളർന്നിരിക്കുന്നു. ഫെമിനയും മേരിയും പെട്ടെന്ന് എഴുന്നേറ്റു. അവർക്കിപ്പോഴും ആശ്ചര്യം അടങ്ങുന്നില്ല. മറ്റാരുടെയും കണ്ണിൽപ്പെടില്ലെന്ന് കരുതിയിട്ടും ധ്രുവ് കണ്ടെത്തിയിരിക്കുന്നു. വാടാ, ചാന്നാർ കയ്യാട്ടി വിളിച്ചു. പിന്നിൽ നിന്ന് കാട് തള്ളി കൊണ്ടുവരുന്നത് പോലെ ധ്രുവ് അകത്തേക്ക് വന്നു. അച്ഛാ. അവൻ ചാന്നാരോടൊപ്പം കിടക്കയിൽ ചേർന്നിരുന്നു. ധ്രുവ്. ചാന്നാർ അവനെ കെട്ടിപ്പിടിച്ചു. അവൻ അയാളെയും. അച്ഛൻ മരിച്ചെന്ന് നീ കരുതിയോ? ചാന്നാരുടെ ശബ്ദം ചിലമ്പി. ഇല്ല, അതുമാത്രം ഞാൻ വിചാരിച്ചില്ല. എനിക്കുറപ്പുണ്ടായിരുന്നു സാധാരണ പച്ചിരുമ്പ് കൊണ്ടൊന്നും എൻ്റെ അച്ഛനെ ആർക്കും കൊല്ലാൻ കഴിയില്ലെന്ന്. ധ്രുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ചാന്നാരുടെയും. അവൻ അച്ഛൻ്റെ ശരീരത്തിലെ ബാൻഡേജുകളിൽ മെല്ലെ തടവി. എന്നാലും അച്ഛൻ്റെ മനസ്സ് വല്ലാതെ പതറിപ്പോയെന്ന് എനിക്കറിയാം. സ്വന്തം ചോര തന്നെ അച്ഛനെ. ചാന്നാർ കൈ ഉയർത്തി. അവൻ്റെ വാ പൊത്തിക്കൊണ്ട് ചിരിക്കാൻ ശ്രമിച്ചു. ആദ്യം ഒരു മരവിപ്പേ തോന്നിയുള്ളൂ. പിന്നീട് ചിന്തിച്ചു പോയടാ, ഇതാണ് ലോകമെന്ന്. അച്ഛൻ്റെയും മകൻ്റെയും സ്നേഹം കണ്ട് മേരിയുടെയും ഫെമിനയുടെയും കണ്ണുകൾ നിറഞ്ഞു. ഇന്നത്തെ കാലത്ത് അപൂർവമായേ ഇത്തരമൊരു ബന്ധം കാണാൻ കഴിയൂ. ഇടയ്ക്ക് ധ്രുവ് തലതിരിച്ച് അവരെ നോക്കി. താങ്ക്സ് എൻ്റെ അച്ഛനെ രക്ഷിച്ചതിന്. അത് ഞങ്ങളാണ് മോനെ അങ്ങോട്ട് പറയേണ്ടത്, മേരി അറിയിച്ചു. എനിക്കൊരു ഭാവി ഉണ്ടാക്കി തന്നത് അങ്ങത്തും അച്ഛനുമാ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ ജീവൻ കൊടുത്താൽ പോലും ആ കടങ്ങളൊന്നും വീട്ടാൻ പറ്റില്ല. പെട്ടെന്ന് ഫെമിന ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ ഭാവിക്കുന്നതുകൊണ്ട് ധ്രുവ് ശബ്ദമുയർത്തി. നിൽക്കടി അവിടെ. ഇനി ഞാൻ പറയാതെ ഈ മുറിയിൽ നിന്ന് നീ പുറത്തിറങ്ങരുത്. ഫെമിനയും മേരിയും അമ്പരന്നു. ചാന്നാർ മകനെ തൻ്റെ ശരീരത്തിൽ നിന്ന് അകറ്റിയിട്ട് തിരക്കി. എന്താടാ? ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറയാതെ ഇവളും മേരി ആൻറ്റിയും മറച്ചു പിടിക്കുന്നുണ്ട്. എല്ലാം എനിക്കിന്നറിയണം. അത്രയേ ഉള്ളൂ കാര്യം. ഫെമിനയുടെ മനസ്സിലെ പിരിമുറുക്കം അയഞ്ഞു. അല്ലെങ്കിലും ഇനി ഞങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കാനില്ല ധ്രുവ്.
ഒരു നേഴ്സ് അകത്തേക്ക് വന്നപ്പോൾ മേരി സംസാരം നിർത്തി. നേഴ്സ് ചാന്നാർക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് പോയി. അച്ഛൻ എന്ന് ഡിസ്ചാർജ് ആകും? ധ്രുവ് അയാളുടെ വലതു കൈ എടുത്ത് തൻ്റെ കൈപ്പത്തികൾക്കുള്ളിലാക്കി. 1-2 ആഴ്ച വേണ്ടി വന്നേക്കും. ഇപ്പോഴാണെങ്കിലും വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്താൽ മതി. എങ്കിലും മുറിവുകൾ ശരിക്കും ഭേദമായിട്ട് മതിയെന്ന് പറഞ്ഞത് ഞങ്ങളാണ്. മടങ്ങി വരേണ്ടത് ശത്രുക്കൾക്കിടയിലേക്കല്ലേ? ചോദിച്ചത് ഫെമിനയാണ്. ധ്രുവ് ഒന്ന് മൂളി. അച്ഛനെ ഇവിടേക്ക് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാ? മേരി മറുപടി നൽകി. അമേരിക്കയിലെ ഹോസ്പിറ്റലിൽ എന്നോടൊപ്പം ജോലി ചെയ്ത ഒരു ഡോക്ടർ ഇവിടെയുണ്ട്. ഫിസിഷ്യനാ. അദ്ദേഹം അംഗത്തിനെ ശ്രദ്ധിക്കുകയും ചെയ്യും. കേസിൻ്റെ നൂലാമാലകൾ ഉണ്ടാവുകയുമില്ല. ഇവിടെയാണ് സുരക്ഷിതമെന്ന് തോന്നി. കാരണം രാഷ്ട്രീയത്തിലും പോലീസിലും പിടിപാടുള്ള ശത്രുക്കളാണല്ലോ അവിടെ. ധ്രുവ് തലയാട്ടി. നിങ്ങൾ രണ്ടാളും ഇരിക്കേ. മേരിയും ഫെമിനയും ഇരുന്നു. ഇനി എനിക്കെല്ലാം അറിയണം. എന്നോട് എന്തോ പറയാണ്ടെന്ന് ഫെമിന നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, അതടക്കം. പറയട്ടെ അങ്ങത്തെ? മേരി ചാന്നാരെ നോക്കി. പറഞ്ഞോളൂ. ഇനി എന്താ ഇവനിൽ നിന്ന് വിളിക്കാനുള്ളത്? മേരി പറഞ്ഞു തുടങ്ങി. ഇനി ഒരിക്കലും നാട്ടിലേക്ക് മടക്കമില്ലെന്ന് തീരുമാനിച്ചവളായിരുന്നു ഞാൻ. എന്നാൽ ഫെമിനയ്ക്കൊരു മോഹം, എൻ്റെ നാടും നിങ്ങളെയൊക്കെയും കാണണമെന്ന്. ഞങ്ങൾ വരുന്ന വിവരം ഭാരതിയെ അറിയിച്ചു. അവൾ എയർപോർട്ടിൽ വരാമെന്നും ഏറ്റു. പക്ഷേ അവിടെ എത്തിയത് കൊട്ടേഷൻകാർ. ഭാരതി അയച്ചതാണെന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ വണ്ടിയിൽ കയറ്റി. അതിലിട്ട് തന്നെ കൊന്നേനെ. ആരെങ്കിലും ഓർക്കുന്നതുപോലെ മേരിയുടെ മുഖം വലിഞ്ഞു മുറുകി. ഞങ്ങളുടെ കഴുത്തിൽ കയർ കുരുക്കിട്ടതുമാണ്. ഭാഗ്യത്തിന് വഴിയിൽ ഏതോ മയക്കുമരുന്ന് റാക്കറ്റിനായുള്ള പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അവർ ഇറങ്ങി ഓടിയിരുന്നു. മേരി ശ്വാസം വലിച്ചുവിട്ടു. ഭാരതിയുടെ ചതി മനസ്സിലാക്കിയതുകൊണ്ട് വലിയഴീക്കിലേക്ക് വരാനുള്ള തീരുമാനം ഞങ്ങൾ ഉപേക്ഷിച്ചു. പുലിയൂരിൽ എനിക്കൊരു അകന്ന ബന്ധുവുണ്ട്. അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്തു. അവിടെയും എത്ര വട്ടം ഞങ്ങൾക്ക് ഭീഷണിയുമായി പലരും വന്നു. ധ്രുവ് മേരിയുടെ മുഖത്തേക്ക് നോട്ടമുറപ്പിച്ചു. അതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു അവർക്ക്? ധ്രുവിന് മനസ്സിലായില്ല. ഞങ്ങൾക്കറിയാവുന്ന രഹസ്യം നിങ്ങളോട് പറയാതിരിക്കാൻ. ഫെമിനയാണത് പറഞ്ഞത്. എന്തു രഹസ്യം? ധ്രുവിൻ്റെ പുരികം ചുളിഞ്ഞു. പലതും. അതിലൊന്ന് ഭാരതിക്കൊരു മകനുണ്ടെന്നുള്ളത്. മേരിയുടെ നാവിൽ നിന്ന് വീണത് തീക്കട്ടകളാണെന്ന് ധ്രുവിന് തോന്നി. മകനോ? അന്താളിപ്പോടെ അവൻ ചാന്നാർക്ക് നേരെ തിരിഞ്ഞു. ചാന്നാർ തലയാട്ടിക്കൊണ്ട് ചിരിച്ചു. അത് നകുലനാണോ അച്ഛാ? ധ്രുവിൻ്റെ തലച്ചോറിൽ വെളിച്ചം പരന്നു. അതെ. ഇപ്പോൾ ധ്രുവിന് കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി. അമ്മയും മകനും ചേർന്നുള്ള നാടകമായിരുന്നു കഴിഞ്ഞ സംഭവങ്ങളിലെ ഭൂരിഭാഗവും. അങ്ങനെയൊരു മകനുള്ള വിവരം മേരി ആൻറ്റി എങ്ങനെ അറിഞ്ഞു? അവൻ്റെ സംശയം തീരുന്നില്ല. മേരി പറഞ്ഞു. ഭാരതി അമേരിക്കയിലെത്തുമ്പോൾ 2 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അവിടെ വെച്ച് അവളൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി. നകുലിൻ്റെ അച്ഛനാരാ? മേരി പൂർത്തിയാക്കുമ്പോൾ ധ്രുവ് ഇടയ്ക്ക് തിരക്കി. ദേവസേനാപതി. ഉത്തരം നൽകിയത് ചാന്നാർ. അവൾക്കങ്ങനെ ഒരടുപ്പം സേനാപതിയുമായി ഉണ്ടെന്ന് ഒരു വാക്കെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ സേനാപതിയുടെ വിവാഹാലോചന ഞാനൊരിക്കലും നിരസിക്കില്ലായിരുന്നു. എന്തോ എൻ്റെ ശത്രുവിനെ ഭർത്താവാക്കണമെന്ന് പറയാൻ അവൾക്കും ധൈര്യം വന്നു കാണില്ല. അല്ലെങ്കിൽ ദുരന്തങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു. ചാന്നാർ ദീർഘമായി നിശ്വസിച്ചു. എന്നിട്ട്? ധ്രുവിൻ്റെ നോട്ടം വീണ്ടും മേരിയുടെ മുഖത്തായി. 5 വയസ്സുവരെ നകുൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. എന്തുമാത്രം എടുത്തുകൊണ്ട് നടന്നതാ ഞാൻ അവനെ. അവൻ പോലും ഒരു ദിവസം ഞങ്ങളുടെ വാടക വീട്ടിൽ വന്ന് എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. നിങ്ങളെ കാണാതെ ഞങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളണമെന്ന് പറഞ്ഞു. ഭാരതി എല്ലാം കണ്ടും കേട്ടും കൂടെയുണ്ടായിരുന്നു എന്നതാണ് എന്നെ ഏറെ വിഷമിപ്പിച്ചത്. മേരിയുടെ ശബ്ദം ചിലമ്പി. ഭാരതി ആൻറ്റി അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഫെമിന ബാക്കി പൂരിപ്പിച്ചു. മടങ്ങിപ്പോയില്ലെങ്കിൽ ധ്രുവിൻ്റെ അമ്മയുടെ അനുഭവമായിരിക്കും ഞങ്ങൾക്കെന്ന്. കോപതാപങ്ങൾക്കിടയിൽ നാവിൽ നിന്ന് വീണുപോയതായിരിക്കും. അങ്ങനെയാണ് അതും ഒരു കൊലപാതകമാണെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അമ്മ. ധ്രുവിൻ്റെ നെഞ്ചിൽ വല്ലാത്തൊരു നീറ്റൽ. അവൻ്റെ പല്ലുകൾ ചേർന്ന് ഞെരിഞ്ഞു. ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടി അപ്പച്ചി നമ്മളെ ചതിച്ചുകൊണ്ട് കൂടെ നിന്നു അല്ലേ അച്ഛാ? താങ്ങാൻ കഴിയാത്തതുപോലെ ധ്രുവ് തലകുടഞ്ഞു. ഇനി അവർക്ക് മാപ്പ് കൊടുത്താൽ ദൈവം പോലും പൊറുക്കില്ല. വേണ്ട. പെട്ടെന്ന് ചാന്നാർ ശബ്ദമുയർത്തി. അച്ഛാ. അവൻ അമ്പരന്നു. ഭാരതിയെ ശിക്ഷിക്കാനുള്ള അവകാശം എനിക്ക് മാത്രമാണ്. അത് എങ്ങനെ വേണമെന്ന് എനിക്കറിയാം. ഏതായാലും ഞങ്ങൾ ഒരു ചോരയല്ലേടാ. അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴും അപ്പച്ചിയോട് ഒരു വാത്സല്യം അടിഞ്ഞു കിടപ്പുണ്ടെന്ന് ധ്രുവിന് തോന്നി. അതോ ചാരത്തിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്ന പകയോ? അവൻ വിഷയം മാറ്റി. അച്ഛന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മേരി ആൻറ്റിയും ഫെമിനയും എങ്ങനെ അറിഞ്ഞു? ആംബുലൻസുമായി കൃത്യസമയത്ത്. അതിൻ്റെ ഉത്തരം ഫെമിന നൽകി. രശ്മയുടെ ശവദാഹത്തിന് ഉദയാസ്തമയത്തിലെത്തിയ ഞങ്ങൾ ശത്രുപക്ഷത്തുള്ള ഒരാളെ വിലക്കെടുത്തു. അതാരെന്നും മാത്രം പറയില്ല. അയാൾ വഴിയാണ് ഇങ്ങനെയൊരു പ്ലാനിങ് നടക്കുന്നതായി അറിഞ്ഞത്. ഞങ്ങളുടെ ദൈവത്തിനൊന്നും സംഭവിക്കരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഇത്തരം ഒരു അറ്റാക്കിൻ്റെ സമയം അവർ നിശ്ചയിച്ചത് വളരെ പെട്ടെന്നായിരുന്നു. അല്ലെങ്കിൽ അതിനു മുമ്പേ ഞങ്ങൾ തടഞ്ഞേനെ. വിളിച്ചിട്ട് നിങ്ങളാരും ഫോണെടുത്തുമില്ല. ഭാഗ്യത്തിന് എൻ്റെ ഡാഡി അന്ന് നാട്ടിൽ വന്ന സമയമായിരുന്നു. അതുകൊണ്ട് അങ്കിളിന് ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്തത് ഡാഡിയാണ്. ഒരു സായിപ്പ് ഡോക്ടറുടെ കാര്യം മജീദ് പറഞ്ഞത് ധ്രുവ് ഓർത്തു. എന്നിട്ട് അദ്ദേഹം എവിടെ? തിരികെ പോയി ഇന്നലെ. ഫെമിന ജനാലയുടെ കർട്ടൻ നീക്കിയിട്ടു. കാറ്റ് അകത്തേക്ക് അടിച്ചു കയറി. ഫെമിന തുടർന്നു. അങ്കിൾ ആശുപത്രി വിട്ടാലുടൻ ഞങ്ങളും പോകും. അവളുടെ ശബ്ദത്തിലെ നിരാശാവൻ തിരിച്ചറിഞ്ഞു. അവൻ്റെ ഉള്ളിലും എന്തോ ഒരു വീർപ്പുമുട്ടൽ. അതിനെ മുറിച്ചുകൊണ്ട് ചാന്നാർ ചോദിച്ചു. ഞാനിവിടെയുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ധ്രുവ് ചിരിച്ചു. സൈബർ സെല്ലല്ലേ അച്ഛാ ഞാൻ. അടുത്ത നിമിഷം ധ്രുവിൻ്റെ ഫോൺ ശബ്ദിച്ചു. അതെടുത്ത് നോക്കിയിട്ട് അവൻ വേഗം ഇടനാഴിയിലേക്ക് ഇറങ്ങി. അപ്പുറത്ത് യാക്കൂബായിരുന്നു.
കൊച്ചങ്ങത്ത് അവിടെ നിന്ന് പോന്നോ? ഇല്ല. എന്തെങ്കിലും വിശേഷം? ഉണ്ട്. ശ്രീനിവാസനും ചന്ദ്രസേനും ഒളിച്ചു കഴിയുന്ന സ്ഥലത്തെക്കുറിച്ച് ഏതാണ്ടൊരു ധാരണ കിട്ടി, യാക്കൂബ് ചുരുക്കി പറഞ്ഞു. ധ്രുവ് ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് നിർദ്ദേശം നൽകി. അവിടെ നിരീക്ഷണത്തിന് നമ്മുടെ ആളുകളെ ഏർപ്പാട് ചെയ്യണം. ആർക്കും സംശയം തോന്നരുത്. അവർ രക്ഷപ്പെടുകയും അരുത്. ഞാൻ രാത്രിയിലെത്തും. ശരി കൊച്ചങ്ങത്തെ. ധ്രുവ് ചാന്നാരുടെ അരികിൽ മടങ്ങിയെത്തി. അയാൾ മകൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. വിളിച്ചത് യാക്കൂബോ മജീദോ? ധ്രുവ് അത്ഭുതപ്പെട്ടു. പിന്നെ ചിരിച്ചു തള്ളി. ചാന്നാർ ഗൗരവത്തിൽ തുടർന്നു. നീ എന്തൊക്കെ ചെയ്യുന്നുവെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ അങ്ങെത്തുമ്പോൾ നീയും എൻ്റെ പെൺകുട്ടികളും അവിടെ ഉണ്ടാവണം, സുരക്ഷിതരായിട്ട്. ഉണ്ടായിരിക്കും അച്ഛാ. ഒരു കര മുഴുവൻ ഞങ്ങൾക്ക് കാവലിനുണ്ട്. അവൻ മേരിക്കും ഫെമിനയ്ക്കും നേരെ തിരിഞ്ഞു. ചില ഉത്തരങ്ങൾ കൂടി എനിക്ക് വേണം. നാട്ടിൽ നകുലിനെ വളർത്തിയത് ആരാണ്? അവനെ ബോർഡിങ്ങിൽ ആക്കുകയായിരുന്നു. ലോക്കൽ ഗാർഡിയൻ ഒരു റോസി. ദേവസേനാപതിയാണ് അവളെ ഏർപ്പാടാക്കി കൊടുത്തത്. ധ്രുവിന് പിടികിട്ടി. മാർക്കറ്റ് റോസി. വെക്കേഷൻ ദിവസങ്ങളിൽ നകുലിനെ റോസി കൂട്ടിക്കൊണ്ടു പോകും സ്വന്തം വീട്ടിലേക്ക്. ഭാരതി അമ്മാൾ അവിടെ ചെന്നാണ് അവനെ കണ്ടിരുന്നത്. മാർക്കറ്റ് റോസി അവളെ കണ്ടെത്തണം, ധ്രുവ് ഉറപ്പിച്ചു. വീട്ടിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട പണവും സ്വർണവുമൊക്കെ അവളുടെ പക്കലാവും സൂക്ഷിച്ചിരിക്കുക. കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നിട്ട് ധ്രുവ് എഴുന്നേറ്റു. എനിക്ക് ഇന്ന് തന്നെ പോകണം അച്ഛാ. ചാന്നാർ സമ്മതിച്ചു. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തി. നമ്മുടെ ബോട്ടിൽ പോയിക്കൊണ്ടിരുന്ന തൊഴിലാളികൾ പട്ടിണി കിടക്കാൻ ഇടവരരുത്. നിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പണമെടുത്ത് സഹായിക്ക്. നമുക്ക് ഞാൻ കൂടി വന്നു കഴിഞ്ഞ് ആദ്യം മുതൽ തുടങ്ങാവിടാ. ശരിയച്ചാ. അവൻ ചാന്നാരുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. പോട്ടെ. സൂക്ഷിക്കണം. അവൻ തലയാട്ടി. പിന്നെ മേരിയോട് ഫെമിനയോടും യാത്ര പറഞ്ഞു. ധ്രുവിൻ്റെ ഒപ്പം പാർക്കിംഗ് ഏരിയ വരെ ഫെമിനയും വന്നു. അവൻ എക്സ്ക്യൂവിൽ കയറി. അപ്പോൾ നീയും അമേരിക്കയ്ക്ക് മടങ്ങും അല്ലേടി? ഗ്ലാസ് താഴ്ത്തി അവൻ തലപ്പുറത്തേക്ക് നീട്ടി. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പോകാതിരുന്നാൽ നീ എന്നെ കെട്ടുമോ? ധ്രുവ് പതറിപ്പോയി. ഞാൻ. അവൾ പൊട്ടിച്ചിരിച്ചു. ശത്രുക്കളെ നേരിടുന്ന കാര്യത്തിലേ ഉള്ളൂ പോലീസ് ഓഫീസർക്ക് ധൈര്യം. പെണ്ണിൻ്റെ മുമ്പിൽ നീ ഇപ്പോഴും പഴയ നാട്ടിൻ പുറത്തുകാരനാ. പൊടി. അവൻ ദേഷ്യം ഭാവിച്ചു. തുടർന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ഫെമിന വണ്ടിയോട് ചേർന്ന് നിന്നു. നിന്റെ പഴയ ഫോട്ടോ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ധ്രുവിൽ ഒരു കുളിരുണ്ടായി. അവൻ അവളുടെ കൈപ്പത്തിയിൽ പിടിച്ചെന്ന് മുറുക്കി. ഒന്നും മിണ്ടിയില്ല. 1000 വാക്കുകൾക്ക് സമമായിരുന്നു ആ സ്പർശനം. രാത്രി 11 മണി. ധ്രുവ് വലിയ അഴീക്കൽ മടങ്ങിയെത്തി. ക്ഷിപ്ര അവനോട് പരിഭവിച്ചു. എവിടേക്ക് പോവുകയാണെങ്കിലും ഏട്ടനൊന്ന് പറയാമായിരുന്നു. പറയാൻ പറ്റാത്ത സ്ഥലത്തേക്കായിരുന്നു. നീ അങ്ങ് ക്ഷമിക്കുമോളെ. അവൻ അവളുടെ തോളിൽ തട്ടി. അച്ഛൻ ജീവിച്ചിരിക്കുന്നു എന്നൊരു സൂചന കൊടുത്താൽ മതി. അവൾ തുള്ളിച്ചാടും. പക്ഷേ അവനത് വേണ്ടെന്ന് വച്ചു. മജീദും ഉണ്ടായിരുന്നു അവിടെ. യാക്കൂബിനെയും മണവാളിനെയും കൂടാതെ കാവലിന് വേറെ 10 പേർ. കുളിക്കാം എന്ന ഭാവത്തിൽ ധ്രുവ് അവിടെ നിന്നിറങ്ങി. റോഡിൽ ഒരു പൈപ്പുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തോ? ബക്കറ്റിലേക്ക് പൈപ്പ് തുറന്നു വിട്ടുകൊണ്ട് അവൻ തിരക്കി. ചെയ്തു. എങ്കിൽ നിങ്ങൾ കായൽ തീരത്തേക്ക് പോയിക്കോ, ഞാൻ അങ്ങെത്താം. അവർ മൂവരും പോയി. കുളി വേഗത്തിൽ നടത്തി വീട്ടിൽ കയറിയ ധ്രുവ് പിന്നാമ്പുറത്തുകൂടി പുറത്തിറങ്ങി. നേരെ കായൽ കരയിലേക്ക്. അവിടെ അവർ 3 പേരും ഉണ്ടായിരുന്നു. 2 വള്ളങ്ങൾ വീതം ചേർത്ത് കെട്ടി ഇംഗ്ലീഷ് വി അക്ഷരം പോലെയുണ്ടാക്കിയ ജോഡികൾ. അവയിൽ തെങ്ങിൻ കുലകൾ നിർത്തിയിട്ടുണ്ട്. ചാടി വീഴുന്ന ചെമ്മീനുകൾ രക്ഷപ്പെടാതിരിക്കാനാണത്. വള്ളങ്ങൾക്കിടയിൽ ചെളിയിലൂടെ വലിയത്തക്ക രീതിയിൽ ചങ്ങലകളുണ്ടാകും. അപ്പോൾ ചെമ്മീനുകൾ ഇളകി ജലപ്പരപ്പിൽ വന്ന് മുകളിലേക്ക് തെറിക്കും, വള്ളത്തിൽ വീഴും. എന്നാൽ ഈ ജോഡികൾ തയ്യാറാക്കിയിരിക്കുന്നത് മറ്റുള്ളവർ ചെമ്മീൻ പിടുത്തക്കാരാണ് തങ്ങളെന്ന് കരുതാൻ മാത്രം. ധ്രുവും യാക്കൂബും ഒന്നിലും മജീദും മണവാളിനും അടുത്ത ജോഡിയിലും കയറി. കായലിൽ ചെമ്മീൻ പിടുത്തക്കാർ ധാരാളം ഉണ്ടായിരുന്നു. അവർക്കാർക്കും സംശയം കൊടുക്കാതെ ധ്രുവും സംഘവും തുഴഞ്ഞു നീങ്ങി. ഇരുകരകളിലെയും തെങ്ങുകൾ മാനത്തിന് താഴെ ഇരുൾ കൊണ്ട് വരച്ച ചിത്രങ്ങൾ പോലെ തോന്നി. പെട്ടെന്ന് യാക്കൂബിൻ്റെ ഫോൺ ഇരമ്പി. അയാൾ അതെടുത്തു. 1/2 മിനിറ്റ് നേരത്തെ സംഭാഷണം. ശരി, ഇനിയും ശ്രദ്ധിച്ചോ. ഫോൺ കട്ട് ചെയ്ത് യാക്കൂബ് ധ്രുവിന് നേരെ തിരിഞ്ഞു. കൊച്ചങ്ങത്തെ MLA കാറിൽ കയറിപ്പോയി. ചന്ദ്രസേനോ? അയാൾ അവിടെ തന്നെയുണ്ട്. അയാളുടെ കൂടെ 6 പേരുണ്ട് പോലും. കണ്ടാൽ പോലീസുകാരെ പോലെയുണ്ടെന്ന്. കായലിൽ അവരെയും ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ആളാ വിളിച്ചത്. ധ്രുവ് മൂളി. ചന്ദ്രസേനൻ്റെ കൂടെയുള്ളത് പോലീസുകാർ തന്നെയാണ്. എന്നാൽ അവർ ഒരിക്കലും നമ്മളെ പിടിക്കാൻ പാടില്ല. ധ്രുവ് മനസ്സിൽ കണക്കുകൾ കൂട്ടി. അപ്പോൾ മല്ലിക്കാട്ട് കടവിൽ ഒരു കയർ ഷെഡിലുണ്ടായിരുന്നു DYSP ചന്ദ്രസേനും 6 പോലീസുകാരും. കുറേ കാലമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു ആ കയർ ഷെഡ്. അവർ ചീട്ട് കളിക്കുകയാണ്. മുകളിൽ തീരെ വെളിച്ചം കുറഞ്ഞ ഒരു ബൾബുണ്ട്. അവർ ഇരിക്കുന്നതിന് ചുറ്റും ഷെഡിൻ്റെ മേൽക്കൂരയുള്ള ഉയരത്തിൽ തല്ലിയുണക്കിയ ചകിരിനാരുകൾ അടക്കിയിരിക്കുന്നു. MLA സാറ് എന്താ പോയത്? ഒരാൾ ചന്ദ്രസേനെ നോക്കി. വക്കീലിനെ കാണാനോ മറ്റോ? അല്ല, നകുലിനുമായി ഒരു കൂടിക്കാഴ്ച ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നും ഞങ്ങൾക്കിങ്ങനെ ഒളിവിൽ കഴിയാൻ പറ്റില്ലല്ലോ. കായൽ തീരം ശാന്തമായിരുന്നു. കാറ്റിൽ തെങ്ങോലകൾ ഇളകുന്ന ശബ്ദം മാത്രം. അവർ കളി തുടർന്നു. എന്താ? പെട്രോളിൻ്റേതുപോലൊരു ഗന്ധം. ഒരു പോലീസുകാരൻ മൂക്ക് വിടർത്തി മണം പിടിച്ചു. നേരാണല്ലോ. അവർ ജാഗ്രതയോടെ പരസ്പരം നോക്കി. അടുത്ത നിമിഷം ലൈറ്റ് കെട്ടു. ചന്ദ്രസേനന് ആപത്ത് ബോധ്യമായി. ചാടിക്കോ. അയാൾ വിളിച്ചു പറഞ്ഞപ്പോഴേക്കും അത് സംഭവിച്ചു. വെടിമരുന്നിൽ എന്നവണ്ണം ചുറ്റും തീ വ്യാപിച്ചു. കയർ ഷെഡിൽ നിന്ന് അവ്യക്തമായ വിലാപങ്ങൾ ഉയർന്നു. മിന്നൽ വേഗത്തിൽ ചന്ദ്രസേനൻ വാതിൽ വലിച്ചു തുറന്ന് പുറത്തു ചാടി. പിന്നാലെ ബാക്കിയുള്ളവരും.
നിമിഷത്തിനുള്ളിൽ തീ മേൽക്കൂരയിലേക്കും വ്യാപിച്ചു. ഷെഡിന് ചുറ്റും പകൽ പോലെ വെളിച്ചം. ആ പാർവേശത്തിനിടയിൽ അവരുടെ ആയുധങ്ങൾ ഷെഡിനുള്ളിലായി. ചന്ദ്രസേനൻ കൽപ്പിച്ചു, ആരോ തീയിട്ടതാ, നോക്കീൻ. ആ നായൻ്റെ മക്കളെ വിടരുത്. പോലീസുകാർ ചുറ്റും ചിതറിത്തിരിഞ്ഞു. ഒരാൾ സുധാകരൻ്റെ പലചരക്ക് കടയ്ക്ക് അരികിലെത്തി. പെട്ടെന്ന് മുഖം പകുതി മറിച്ച ഒരാൾ ചാടി വീണു. യാക്കൂബ്. പുലി ഇര പിടിക്കുന്നതുപോലെ അയാൾ പിന്നിൽ നിന്ന് പോലീസുകാരൻ്റെ കഴുത്തിൽ കൈ ചുറ്റി മുറുക്കി. എന്നിട്ട് കടയ്ക്ക് പിന്നിലേക്ക് വലിച്ചുകൊണ്ടുപോയി. പോലീസുകാരന് നിലവിളിക്കാനുള്ള നേരം പോലും കിട്ടിയില്ല. ശാന്തിഗിരി ആയുർവേദ ഔഷധശാലയ്ക്ക് മുന്നിലും ശിവാനന്ദൻ്റെ ഫർണിച്ചർ മാർട്ടിന് മുന്നിലും ഇതേപോലെ പോലീസുകാർ ആക്രമിക്കപ്പെട്ടു. ഇതൊന്നും അറിയാതെ ബാക്കി 3 പേർ തിരച്ചിൽ തുടർന്നു. ചന്ദ്രസേനൻ പരിഭ്രമത്തോടെ കായൽക്കരയിൽ നിന്നു. അടുത്ത സെക്കൻഡിൽ വെള്ളത്തിൽ നിന്നൊരു കൈ ഉയർന്നു വന്നു. കാൽക്കെട്ടിൽ പിടിച്ചു. അതിനു പിന്നാലെ ഒരു ശരീരവും ജലപ്പരപ്പിലെത്തി. ധ്രുവ്. അവൻ ഒരു ചീങ്കണിയെ പോലെ കൽക്കെട്ടിലൂടെ ഇഴഞ്ഞു മുകളിലേക്ക് കയറി. ചന്ദ്രസേനൻ്റെ കാൽ കീഴിലേക്ക്. പിന്നെ അയാളുടെ കാലിലൊന്ന് തോണ്ടി. സാറേ. ചന്ദ്രസേനൻ നടുങ്ങി താഴേക്ക് നോക്കി. ഹാ. ചന്ദ്രസേനൻ ഒറ്റ നിലവിളി. തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന 3 പോലീസുകാരും വെട്ടിത്തിരിഞ്ഞു. ആ ക്ഷണം ധ്രുവ് ചന്ദ്രസേനൻ്റെ കാലിൽ പിടിച്ചു. പിന്നെ അയാളെ വലിച്ചുകൊണ്ട് കായലിലേക്ക് മറിഞ്ഞു. ചന്ദ്രസേനൻ്റെ പോലീസ് ഗുണ്ടകൾ അവിടേക്ക് ഓടിയെത്തി. സാറേ. പൊടുന്നനെ പിന്നിൽ നിന്ന് അവർക്ക് തൊഴിയേറ്റു. അർദ്ധവിലാപത്തോടെ 3 കായലിൽ തെറിച്ചു വീണു. പോലീസുകാർ വീണ ഭാഗത്തെ വെള്ളം 2ആയി പിളർന്ന് മുകളിലേക്ക് തെറിച്ചു. അവർ താഴേക്ക് പോയി. അവിടെ നിന്ന് കൈക്കാലുകൾ തുഴഞ്ഞ് ഉയർന്നു വന്നപ്പോൾ കൽപ്രതിമകൾ പോലെ 3 പേർ കായലോർത്ത് നിൽക്കുന്നത് കണ്ടു. അവർക്ക് പിന്നിൽ കയർ ഷെഡ് കത്തിയെരിയുന്നതിനാൽ മുഖം വ്യക്തമായില്ല. പോലീസുകാർ കരയിലേക്ക് നീന്തി കയറുവാൻ ശ്രമിച്ചു. കരയിൽ നിന്ന് മജീദും മണവാളനും കൽക്കഷ്ണങ്ങൾ പെറുക്കിയെറിഞ്ഞു. പോലീസുകാർ മറ്റൊരു ഭാഗത്തേക്ക് നീന്തിയകന്നു. യാക്കൂബും മജീദും മറ്റും പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. കൊച്ചങ്ങത്തിനെ കാണുന്നില്ലല്ലോ. അപ്പോൾ മണവാളൻ കൈ ചൂണ്ടി. അതാ. അവരും കണ്ടു. തങ്ങൾ വന്ന ജോഡികൾക്കരികിൽ ഉയരുന്ന ഒരു രൂപം. തീയുടെ വെളിച്ചത്തിൽ അത് അവ്യക്തമായി കാണാം. വേഗം വാ. യാക്കൂബ് മുന്നിൽ ഓടി. ഒപ്പം മറ്റു 2 പേരും. 2 വള്ളങ്ങൾ ചേർത്ത് കെട്ടി ചെമ്മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ജോഡിയിലേക്ക് കയറിയ ധ്രുവ് ചന്ദ്രസേനനെ അതിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു. മജീദും മറ്റും സഹായത്തിന് എത്തിയതോടെ കാര്യം എളുപ്പത്തിലായി. കായൽ വെള്ളം കുടിച്ച് അർദ്ധമയക്കത്തിലായിരുന്നു ചന്ദ്രസേനൻ. അവർ അയാളുടെ കൈക്കാലുകൾ ബന്ധിച്ചിട്ട് തെങ്ങിൻ കുലകൾ ഒരു വശത്തേക്ക് മാറ്റി അവിടെ കിടത്തി. അയാൾക്ക് മുകളിൽ വീണ്ടും അവ വിരിച്ചു. ഇന്നാ കൊച്ചങ്ങത്തെ. തല തുടയ്ക്കുവാൻ യാക്കൂബ് തോർത്ത് നീട്ടി. അവനത് വാങ്ങി. ശേഷം 2 ജോഡികളും മടങ്ങി. 15 മിനിറ്റ് നേരത്തെ യാത്ര. ജോഡികൾ അവർ കരയ്ക്ക് അടുപ്പിച്ചു. അവിടം കാവ് പോലെ വൻവൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. സർക്കാർ പുറമ്പോക്ക് ഭൂമി. മരങ്ങളിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ചൂരൽ വള്ളികൾ. അവർ ചന്ദ്രസേനനെ കരയിലേക്ക് വലിച്ചു കയറ്റി. ആരാ? എന്താ? അയാളൊന്ന് ഞരങ്ങി. നിന്റെ വല്യപ്പനാടാ കൂവേ. പഴയ കള്ളൻ രാഘവൻ. യാക്കൂബ് പറഞ്ഞു. നീ തൽക്കാലം പേടിക്കണ്ട. അയാൾ ചന്ദ്രസേനൻ്റെ വായിൽ കുറച്ച് തുണിയും കുത്തിത്തിരുകി. മണവാളൻ മൊബൈലിൻ്റെ വെളിച്ചത്തിൽ വഴി കാട്ടിക്കൊടുത്തു. യാക്കൂബ് ചന്ദ്രസേനനെ അകത്തേക്ക് വലിച്ചുകൊണ്ടുപോയി ചൂരൽ വള്ളികൾ പടർന്നു കയറിയ ഒരു പൂവരശിൻ്റെ ചുവട്ടിലിട്ടു. ഇനി ഇവൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റ്, ധ്രുവ് നിർദ്ദേശിച്ചു. മജീദ് ചന്ദ്രസേനൻ്റെ അടിവസ്ത്രം ഒഴികെയുള്ളത് നീക്കം ചെയ്തു. ശേഷം ഒരു കയറെടുത്ത് അയാളെ ചൂരവള്ളികൾ ചേർത്ത് മരത്തിലേക്ക് മുറുക്കി. ചൂണ്ടക്കൊളുത്തുകൾ പോലെയുള്ള ചൂരൽ മുള്ളുകൾ അയാളുടെ മാംസത്തിൽ തുളഞ്ഞിറങ്ങി. വായിൽ തുണിയായതു കാരണം ഒരു നിലവിളി അയാളുടെ മൂക്കിലൂടെ വികൃത ശബ്ദമായി പുറത്തു വന്നു. നായേ. മജീദ് പല്ലുകടിച്ചു. നീയൊക്കെ എന്നെ ചൂണ്ടയിൽ കോർത്തിട്ടത് ഓർക്കുമോടോ? അത്രയും വരില്ലെങ്കിലും ഇതും മോശമല്ലെന്ന് എനിക്കറിയാം. അയാളൊരു മെഴുകുതിരി കൊളുത്തി തറയിൽ കുത്തി നിർത്തി. ഈ പുറമ്പോക്ക് ഭൂമിക്ക് അപ്പുറം നീർത്തടങ്ങളിൽ ചെളിക്കോരി ഉയർത്തി തെങ്ങുകൾ വച്ചിരിക്കുകയാണ്. ഒരു സമയത്ത് അവിടെ തൊണ്ട് അഴുക്കുവാൻ ഉപയോഗിച്ചിരുന്നു. കയറിന് വില കുറഞ്ഞതോടെ ഇപ്പോൾ അതുമില്ല. പരിസരത്തെങ്ങും ഒറ്റ വീടുമില്ല താനും. ചന്ദ്രസേന. ധ്രുവ് അയാളുടെ വായിൽ നിന്ന് തുണി വലിച്ചു പറിച്ചെറിഞ്ഞു. ഇനി നീ തൊള്ള തുറന്ന് നിലവിളിച്ചോ. ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നെങ്കിൽ ആയിക്കോട്ടെ. ചന്ദ്രസേനൻ ദയനീയഭാവത്തിൽ അവനെ നോക്കി. ധ്രുവ്, എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ അവരുടെ കൂടെ നിന്നേയുള്ളൂ. ധ്രുവ് പുച്ഛിച്ച് ചിരിച്ചു. കുറ്റവാളികൾക്ക് കൂട്ടുനിൽക്കുന്നത് അതിലും വലിയ തെറ്റാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥനായ നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കണോടാ? ചോദിച്ചതും അവൻ കൈവീശി ഒറ്റയടി അയാളുടെ കരണത്ത്. ചന്ദ്രസേനൻ ഒന്നുലഞ്ഞു. മുള്ളുകൾ മാംസത്തിൽ വലിഞ്ഞു. യാക്കൂബേ, ആ മെഴുകുതിരി ഇങ്ങോട്ട് ഉയർത്തിക്കേ. ഇവൻ്റെ തിരുമുഖം ഞാൻ ശരിക്കൊന്ന് കാണട്ടെ. യാക്കൂബ് മെഴുകുതിരി എടുത്ത് നീട്ടിപ്പിടിച്ചു. അപ്പോഴും ചന്ദ്രസേനൻ്റെ കണ്ണുകളിൽ പകയിളകുന്നത് ധ്രുവ് കണ്ടു. അയാളുടെ ചുണ്ട് പൊട്ടി ചോര കിനിയുന്നുണ്ടായിരുന്നു. പോലീസാണെന്ന് കരുതി നിന്നോടൊന്നും ആരും പ്രതികരിക്കില്ലെന്ന് കരുതി അല്ലടാ? പൊതുജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങി അവരെ സേവിക്കേണ്ടതിന് പകരം ഇത്തരം തെമ്മാടിത്തരങ്ങൾ കാണിക്കുമ്പോൾ അവർ പ്രതികരിക്കാതിരിക്കുന്നതാടാ ഈ നാടിൻ്റെ ശാപം. ധ്രുവിൻ്റെ വാക്കുകൾക്ക് തീ പിടിച്ചു തുടങ്ങി. നിന്നെയൊക്കെ പരസ്യവിചാരണ ചെയ്യണം, അല്ലെങ്കിൽ തിളച്ച എണ്ണയിൽ മുക്കിപ്പിടിക്കണം, കുടുംബം തകർക്കണം. എങ്കിലേ നീയൊക്കെ പഠിക്കൂ. രോഷം കാരണം അവൻ്റെ ശ്വാസഗതിക്ക് വേഗം കൂടി. ഞാനിനി എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞാൽ മതി. അങ്ങനെ ചെയ്തോളാം. എന്നാലും കൊല്ലരുത്.
ചന്ദ്രസേനന് അപകടം വ്യക്തമായി കഴിഞ്ഞിരുന്നു. ഇല്ലടാ, നിന്നെ ഞാൻ കൊല്ലില്ല. എന്നാൽ ഈ ഭൂമിയിലെ നിസ്സാര ജീവികൾക്ക് പോലും നിന്നെ കൊല്ലാൻ കഴിയും എന്നൊരു പാഠം പഠിപ്പിക്കുകയാണ്. ഇന്നുവരെ ആരും ചെയ്യാത്തൊരു കർമ്മം. ഇരുളിൻ്റെ ഒരു കൂടാരം കണക്കെ ആകാശത്തിനിടയിൽ തലയുയർത്തി നിൽക്കുന്ന ആ മരങ്ങൾക്കിടയിൽ വാവലുകൾ വികൃത ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് വട്ടം ചുറ്റി. താഴെ നിന്ന് നോക്കിയാൽ കരിയിലകൾ ഇളകി പറക്കുന്നത് പോലെ. ധ്രുവ് തുടർന്നു. അതിനു മുമ്പ് നീ പലതും പറഞ്ഞു തരേണ്ടതുണ്ട് എനിക്കൊന്നും അറിയില്ലല്ലോ. ചന്ദ്രസേനൻ ഞരങ്ങി. ചോദിക്കുന്നതിന് മുമ്പ് എങ്ങനെയാടാ അറിയാമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്? മജീദ് മുന്നോട്ട് കുതിച്ച് കൈ ചുരുട്ടി അയാളുടെ നെഞ്ചിൻ്റെ മധ്യത്തിൽ 4-5 ഹാ! ചന്ദ്രസേനൻ വാപ്പിളർന്നു. ഒരു കവിൾ കൊഴുത്ത ചോര കമിട്ടി. ധ്രുവ മജീദിനെ തടഞ്ഞില്ല. അയാൾക്കുമുണ്ടല്ലോ തീർക്കാൻ കണക്കുകൾ. ബോട്ടിൽ വെച്ച് നീയൊക്കെ എന്നെ ചെയ്തത് ഓർക്കുന്നോടാ? പുലി മുരളും പോലെയായിരുന്നു മജീദിൻ്റെ ശബ്ദം. ചന്ദ്രസേനൻ പകയോടെ കണ്ണുകൾ ഉയർത്തി. എന്താടാ, പേടിപ്പിക്കുന്നോ? മജീദ് വീണ്ടും അടിക്കുവാൻ കൈയോങ്ങി. പക്ഷേ ഇത്തവണ ധ്രുവ് തടഞ്ഞു. മതിയേടോ തൽക്കാലം. നേരം പുലരും മുമ്പ് ഇവൻ്റെ നാവിൻ്റെ കെട്ടഴിക്കാനുള്ളതാ. ധ്രുവ് ചന്ദ്രസേനന് നേരെ വീണ്ടും തിരിഞ്ഞു. സേന, താനും MLAയും കൂടി എന്തിനാ ഇങ്ങനെ ഒളിവിൽ പോകുന്നത്? ചന്ദ്രസേനൻ മിണ്ടിയില്ല. ധ്രുവ് ചിരിച്ചു. യാക്കൂബേ, ആണും പെണ്ണും കെട്ടവന് മീശയുടെ ആവശ്യമുണ്ടോ? ഇല്ല കൊച്ചങ്ങത്തെ. പറഞ്ഞതും അയാൾ മെഴുകുതിരി മുന്നോട്ട് നീട്ടി. വേണ്ട. ചന്ദ്രസേനൻ പറയുന്നതിന് മുമ്പ് മീശയ്ക്ക് തീ പിടിച്ചു. അയാൾ തല കുടഞ്ഞു. പക്ഷേ ഒരു ഭാഗത്തെ മീശ കരിഞ്ഞുപോയി. കരിഞ്ഞ രോമങ്ങളുടെ രൂക്ഷഗന്ധത്തിൽ ചന്ദ്രസേനൻ തുമ്മി. നീയൊക്കെ ചിലരെ ചോദ്യം ചെയ്തപ്പോൾ ഇതിനേക്കാൾ ക്രൂരമായി ചെയ്തിട്ടില്ലടാ. യാക്കൂബ് പരിഹസിച്ചു. നിന്റെ ശരീരം ഓരോ ഭാഗമായി കത്താൻ പോകുന്നതേയുള്ളൂ. അടുത്തതായി നിന്റെ അണ്ടർവയറിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. അത് ഓർത്തപ്പോൾ തന്നെ ചന്ദ്രസേനൻ വിറച്ചുപോയി. യാക്കൂബ്, അങ്ങനെ ചെയ്യണ്ടെങ്കിൽ പറഞ്ഞോ സേനൻ സാറേ. എന്തിനാ ഒളിച്ചു താമസിച്ചത്? അതുവരെ മിണ്ടാതെ നിന്നിരുന്ന മണവാളനാണ് ചോദിച്ചത്. അസഹ്യതയോടെ ചന്ദ്രസേനൻ നാവനക്കി. ധ്രുവ് ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്തു വച്ചിരിക്കുകയായിരുന്നു എന്ന് വരുത്താൻ, പീഡിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചെന്ന് പറയാൻ അയാൾ ധ്രുവിനെ നോക്കാനായില്ല. അയാൾക്ക് ആരുടെ ബുദ്ധിയായിരുന്നു അത്? നകുലിൻ്റെ. അവനിപ്പോൾ എവിടെയുണ്ട്? കൃത്യമറിയില്ല. എന്നാൽ ഹൈവേയിൽ എവിടെയെങ്കിലും വെച്ച് അവനും ശ്രീനിവാസൻ സാറും തമ്മിൽ കാണും. അതിനാ സാറ് പോയിരിക്കുന്നത്. ധ്രുവിൻ്റെ കണ്ണുകൾ കൂർത്തു. എൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണം, പണം, അപ്പച്ചിയെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുത്ത 5 കോടി, ഇതൊക്കെ ആരുടെ കയ്യിലാ? എനിക്കറിയില്ല. എങ്കിലും മാർക്കറ്റ് റോസിയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അതിൽ കുറേ പണം നകുൽ കൈപ്പറ്റി എന്നേ അറിയൂ. നിനക്കൊന്നും അറിയില്ലേ? ഇല്ല. ധ്രുവിന് അത് വിശ്വസിക്കാനായില്ല. പിന്നെന്തിനാ അവരുടെ കൂടെ നിന്നത്? തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരി. ധ്രുവ് ചന്ദ്രസേനൻ്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എൻ്റെ അച്ഛനെ അവർ കൊലപ്പെടുത്തുമെന്ന് നിനക്കറിയാമായിരുന്നു അല്ലേ? ചന്ദ്രസേനൻ തലകുലുക്കി. അവരാണ് പദ്ധതി ഒരുക്കിയതെങ്കിലും നിനക്ക് മാപ്പ് തരാൻ വകുപ്പുകളൊന്നും കിട്ടുന്നില്ലല്ലോ ചന്ദ്രസേന. അല്ലെങ്കിൽ തന്നെ നിന്നെപ്പോലെയുള്ളവർ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ചന്ദ്രസേനൻ്റെ മുഖത്ത് ഭീതി തിങ്ങി. കൊല്ലരുത് ധ്രുവ്. ഈ നാട്ടിൽ നിൽക്കാതെ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം, അയാൾ യാചിച്ചു. ശത്രുവിനെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന ചന്ദ്രസേന ഞാൻ പഠിച്ചിരുന്ന പാഠം. കാലം എത്ര കഴിഞ്ഞാലും അവർ ചതിക്കും. ഇല്ല, ഞാനങ്ങനെ ചെയ്യില്ല. ധ്രുവ് ശിരസ് ഇടമലം വെട്ടിച്ചു. ഒരു പരീക്ഷണം നടത്താൻ പറ്റില്ലല്ലോ. അവൻ തിരിഞ്ഞു വിളിച്ചു. മണവാളാ. മണവാളൻ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തുകൊണ്ട് വന്നു. അതിൽ നിന്ന് നേരിയ ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിരുന്നു. കവർ താഴെ വെച്ച് മണവാളൻ അതിൽ നിന്ന് എന്തോ കോരിയെടുത്തു. കുഴമ്പിനേക്കാൾ കട്ടിയുള്ള രൂപത്തിൽ എന്തോ. ചന്ദ്രസേനന് മനസ്സിലായില്ല. ധ്രുവ് വ്യക്തമാക്കി. 2 കിലോ ബീഫ് മിക്സിയിൽ വെച്ച് അരച്ചെടുത്തതാ സേന, തൻ്റെ ശരീരത്തിൽ പുരട്ടിത്തരാൻ. അതെന്തിനാ? പറയാം, ധൃതി പിടിക്കാതെ. മണവാളൻ അത് ചന്ദ്രസേനൻ്റെ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കാൻ തുടങ്ങി. ഉച്ചിയിലും കണ്ണിലും കാതിലും ചുണ്ടത്തും തുടങ്ങി താഴേക്ക്. ചന്ദ്രസേനൻ നിന്ന് പുളഞ്ഞു. ഇപ്പോൾ അയാൾ ചുവന്ന ചെളിയിൽ വീണതുപോലെയായി. എന്തിനാ ധ്രുവ് ഇത്? അയാൾ നിലവിളിച്ചു. സുഖചികിത്സ. നീയും ശ്രീനിവാസനും കൂടി കഴിഞ്ഞ കർക്കിടക മാസത്തിൽ കോവളത്ത് ഇതുപോലെ കളിമണ്ണ് തേച്ച് പെൺപിള്ളേരെ കൊണ്ട് തടവിച്ചില്ലേ? അതിന് പകരമായത്. ഇനി തടവി തരുന്നത് ആരും ചിന്തിക്കാത്തവരാണെന്ന് മാത്രം. യാക്കൂബിൻ്റെ കയ്യിൽ നിന്ന് മെഴുകുതിരി വാങ്ങി ധ്രുവ് ചൂരൽ വള്ളികളിലേക്ക് അടുപ്പിച്ചു നോക്കി. ഇറച്ചി ഗന്ധ പിടിച്ച് ലക്ഷക്കണക്കിന് നീറുകൾ നിരനിരയായി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഒഴുകി വീഴും പോലെ അവ ചന്ദ്രസേനൻ്റെ ശിരസിലേക്ക് ഇറങ്ങി. പിന്നെ തല പൊതിഞ്ഞു താഴേക്ക്. അവയുടെ കടിയേറ്റപ്പോൾ ചന്ദ്രസേനൻ്റെ കണ്ണിൽ വരെ നീറ്റൽ പുളഞ്ഞു. വേണ്ട ധ്രുവ്, അയാൾ പിടഞ്ഞു. ചൂരൽ വള്ളികളിലെ മുള്ളുകൾ കൊരുത്തു വലിഞ്ഞു. പിന്നിലൂടെ ചോരയും ഒഴുകാൻ തുടങ്ങി. നിലവിളിച്ച ചന്ദ്രസേനൻ്റെ വായിലേക്കും നീറുകൾ ഇറങ്ങി. 4 ദിവസങ്ങൾ കഴിഞ്ഞു. ആ പ്രദേശത്തൊക്കെ അസഹ്യമായ ദുർഗന്ധം വമിച്ചു തുടങ്ങിയതോടെ ജനം തിരച്ചിൽ തുടങ്ങി. ബോട്ടിലും വള്ളങ്ങളിലും പോയവരാണ് ദുർഗന്ധത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചത്. അതോടെ അന്വേഷണം അവിടേക്കായി. ജനം കണ്ടു ഒരു ഇറച്ചി കഷ്ണമായി പഴുത്തു വീർത്ത് തലക്കുമ്പിട്ട് നീറിൽ പൊതിഞ്ഞു നിൽക്കുന്ന മനുഷ്യരൂപം. വിവരമറിഞ്ഞ് SP ശിഹാബുദ്ദീൻ അടക്കം എത്തി. ചന്ദ്രസേനൻ്റേതാണ് ബോഡിയെന്ന് തിരിച്ചറിഞ്ഞത് വിരലിൽ അണിഞ്ഞിരുന്ന മോതിരത്തിലൂടെയാണ്. ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്നെങ്കിലും അവറ്റകൾ കായൽ തീരത്ത് പോയി വെള്ളത്തിലേക്ക് നോക്കി കുരച്ചുകൊണ്ട് നിന്നതേയുള്ളൂ. പോലീസിന് ഒരിടത്തു നിന്നും ഒരു തെളിവും കിട്ടിയില്ല. ഉച്ച കഴിഞ്ഞ നേരം ധ്രുവ് താമസിക്കുന്ന വീടിന് മുന്നിൽ ഒരു പോലീസ് ജീപ്പ് ബ്രേക്കിട്ടു. ഭക്ഷണം കഴിഞ്ഞുള്ള മയക്കത്തിലായിരുന്നു ധ്രുവ്. ക്ഷിപ്ര വന്ന് അവനെ വിളിച്ചു. ഏട്ടാ പോലീസ്.
ധ്രുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. അവൻ പുറത്തേക്ക് ചെന്നു. വരാന്തയിൽ CI അനന്തമൂർത്തി. സാർ, പതിവില്ലാതെ. ധ്രുവ് ചിരിച്ചു. പതിവില്ലാത്തതാണല്ലോ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയാ സാറേ, അവൻ സമ്മതിച്ചു. എന്നാലും ചന്ദ്രസേനൻ സാറിൻ്റെ ഒരു വിധിയെ വല്ല തുമ്പും കിട്ടിയോ സാറേ? അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അനന്തമൂർത്തി കടുപ്പിച്ചു പറഞ്ഞു. കിട്ടാതിരിക്കില്ല. എല്ലാ കാലവും കുറ്റവാളികൾക്ക് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അതും സത്യമാ സാറേ. പലനാൾ കള്ളൻ ഒരു നാൾ കുടുങ്ങും എന്നാണല്ലോ ചൊല്ല്. എന്നാൽ എനിക്ക് തോന്നുന്നത് ആ മാധവൻ്റെ ആൾക്കാർ പകരം വീട്ടിയതായിരിക്കുമെന്നാ. അനന്തമൂർത്തി കനപ്പിച്ച മൂളി. സേനൻ സാറിന് അവർ മാത്രമല്ലല്ലോ ശത്രുക്കൾ. എല്ലാ വശങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്, ചിലരെ നിരീക്ഷിക്കുന്നുമുണ്ട്. എങ്കിൽ കുറ്റവാളികൾ കുടുങ്ങിയത് തന്നെ. അവൻ്റെ വാക്കുകളിലെ പരിഹാസം തിരിച്ചറിഞ്ഞെങ്കിലും അനന്തമൂർത്തി മറുപടി പറഞ്ഞില്ല. സാറ് വന്ന കാര്യം പറഞ്ഞില്ല, ധ്രുവ് ഓർമ്മിപ്പിച്ചു. നിന്നെ SP സാറിനൊന്ന് കാണണമെന്ന്. അദ്ദേഹം കായംകുളം റെസ്റ്റ് ഹൗസിലുണ്ട്. ധ്രുവിൻ്റെ ഉള്ളിൽ ഒരു കുരുക്കിൻ്റെ മണം വന്നു. എങ്കിലും അത് അവൻ പുറത്തു കാട്ടിയില്ല. ഞാൻ വരാം സാർ. പോലീസ് ജീപ്പിൽ വേണോ അതോ എൻ്റെ വണ്ടിയിൽ മതിയോ? എങ്ങനെയും. അനന്തമൂർത്തിക്കൊപ്പം വന്ന പോലീസുകാർ ചുറ്റും ശ്രദ്ധിക്കുന്നത് അവൻ കണ്ടു. ധ്രുവ് അകത്ത് പോയി വേഷം മാറി. സമീപവാസികളൊക്കെ മുറ്റത്ത് നിന്ന് എല്ലാം വീക്ഷിക്കുകയാണ്. ഞാൻ എൻ്റെ വണ്ടിയിൽ വരാം സാർ. ധ്രുവ് ഇറങ്ങി വന്നു. ശരി. എന്താ കൊച്ചങ്ങത്തെ പ്രശ്നം? ജനങ്ങൾ അടുത്തേക്ക് വന്നു. ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് വരും. പക്ഷേ നിങ്ങളിവിടെ ശ്രദ്ധിച്ചോണം. ഞാൻ ഇവിടെ നിന്ന് മാറുമ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നു കൂടായികയില്ല. അത് ഞങ്ങൾ ഏറ്റു. അങ്ങനെ ആരെങ്കിലും വന്നാൽ 2 കാലിൽ മടങ്ങില്ല. അനന്തമൂർത്തിയുടെ കണ്ണുകൾ അത് കേട്ട് കുറുകി. ധ്രുവ് XUവിൽ കയറി. പോലീസ് ജീപ്പ് മുന്നിൽ പോയി. കായംകുളം റെസ്റ്റ് ഹൗസ്. ധ്രുവ് SP ഷിഹാബുദ്ദീൻ്റെ മുന്നിലെത്തി. സാർ. അവൻ അയാൾക്ക് സല്യൂട്ട് നൽകി. ഷിഹാബുദ്ദീൻ തലയാട്ടി. ധ്രുവ് ഇരിക്കേ. താങ്ക് യു സാർ. മടി കൂടാതെ അവൻ അയാൾക്കെതിരെ ഇരുന്നു. വാതിലടച്ച് അതിനോട് ചേർന്ന് നിൽക്കുകയാണ് അനന്തമൂർത്തി. ധ്രുവ് പോലീസിലാണല്ലേ? ബാംഗ്ലൂർ സൈബർ സെല്ലിൽ. സാർ. ലീവിന് വന്നിട്ട് കുറേ കാലമായല്ലോ, പിന്നെന്താ മടങ്ങാത്തത്? എൻ്റെ അച്ഛൻ മിസ്സിങ്ങാണ് സാർ. സാറിന് അറിയാമായിരിക്കും. അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാതെ ഞാൻ എങ്ങനെ മടങ്ങും സാർ? പിന്നെ എൻ്റെ വീട്ടിൽ നടന്ന ദുരന്തങ്ങൾ ഒന്നിനും തുമ്പുണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അവനെല്ലാം ചുരുക്കി പറഞ്ഞു. ഇനി എനിക്ക് അവശേഷിക്കുന്നത് 2 സഹോദരിമാർ മാത്രമാണ് സാർ. അവർക്കും കൂടി വല്ലതും സംഭവിച്ചു പോയാൽ. വാസ്തവത്തിൽ അക്കാര്യത്തിൽ എനിക്ക് ഭയവുമുണ്ട്. അതുകൊണ്ടാണ് ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് ഞാനിവിടെ നിൽക്കുന്നത്. ഷിഹാബുദ്ദീൻ അവൻ്റെ ഓരോ വാക്കും ചലനവും സസൂക്ഷ്മവും ശ്രദ്ധിച്ചു. അവനെ സംശയിക്കാനുള്ള പഴുതൊന്നും അയാൾക്ക് കിട്ടുന്നില്ല. ഞാനിപ്പോൾ നിങ്ങളെ വിളിപ്പിച്ചത് മറ്റൊരു കാര്യത്തിനാണ്. നിങ്ങളുടെ ശത്രുക്കളാണല്ലോ കൊല്ലപ്പെടുന്നത്. നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ എന്നറിയുവാൻ. SP അടവ് മാറ്റി. ശത്രുക്കൾ അങ്ങനെ പ്രത്യേകിച്ച് ആരും എനിക്കില്ല സാർ. ഷിഹാബുദ്ദീൻ്റെ ചുണ്ടിലൊരു ചിരി മിന്നി. പിന്നെ നിങ്ങളെന്തിന് സഹോദരിമാർക്ക് കാവലിരിക്കുന്നു? അവിടെ നിങ്ങൾ ശത്രു സാന്നിധ്യം പ്രതീക്ഷിക്കുന്നില്ലേ? ആ ചോദ്യം ധ്രുവിനെ കുരുക്കി. എന്നാൽ താമസമിന അവൻ ഉത്തരം നൽകി. വരുന്നത് ശത്രുക്കൾ തന്നെ ആവണമെന്നില്ലല്ലോ സാർ. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയിക്കൂടെ? മനസ്സിലായില്ല. SP നെറ്റി ചുളിച്ചു. ധ്രുവ് വ്യക്തമാക്കി. എൻ്റെ വീട്ടിൽ നടന്ന മോഷണം, മരണം, മറ്റുള്ളവരുടെ ഉള്ളിൽ വിഷം എത്തിപ്പെട്ടത്, ഇതെല്ലാം ശത്രുക്കളുടെ പ്രതികാരമാണെന്ന് ഞാൻ കരുതുന്നില്ല സാർ. മോഷണശ്രമത്തിൻ്റെ ഭാഗമാകാം. എന്നാൽ നിങ്ങളുടെ അച്ഛനെ ചിലർ കുത്തിയിട്ട് കായലിൽ കളഞ്ഞുവെന്ന ഭാരതീയമാളുടെ മൊഴിയോ? അവിടെ ശത്രുതയല്ലേ വ്യക്തമാകുന്നത്? വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് ധ്രുവിൻ്റെ മനസ്സ് മന്ത്രിച്ചു. അവൻ അറിയിച്ചു. അച്ഛന് അത്രയും അടുപ്പമുള്ളവർ ആരെങ്കിലും ആവാം വീട്ടിൽ മോഷണം നടത്തിയത്. അത് വെളിപ്പെട്ടാൽ അവർക്ക് അച്ഛനെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടായേക്കാം. അപ്പോൾ അതിനുള്ള അവസരം ഉണ്ടാകും മുമ്പ് തീർത്തേക്കാമെന്ന് കരുതിയാണെങ്കിലോ? ഷിഹാബുദ്ദീനും ഒരു നിമിഷം മറുപടി നഷ്ടമായി. നിങ്ങൾക്ക് ഭാരതീയമാളിന് സംശയമുണ്ടോ? ഇല്ല സാർ. അവർ എൻ്റെ അപ്പച്ചിയല്ലേ. പക്ഷേ അവർ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? അതെന്തിനാ? ഇറക്കി വിട്ടതല്ല സാർ, ഞങ്ങൾ സ്വയം പോയതാണ്. എന്തിന്? ഷിഹാബുദ്ദീൻ ഒരു പെൻസിലെടുത്ത് കയ്യിൽ വെച്ച് തിരിച്ചു കൊണ്ടിരുന്നു. അച്ഛൻ സ്വത്തുക്കളൊക്കെ അപ്പച്ചിയുടെ പേർക്ക് എഴുതി കൊടുത്തു. പിന്നീട് അവിടെ താമസിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. ഷിഹാബുദ്ദീൻ തല കുടഞ്ഞു. പക്ഷേ ധ്രുവ്, സഹോദരിമാർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് നിങ്ങൾ ഭയക്കുന്നതിനൊരു കാരണം കാണുമല്ലോ. ധ്രുവ് SP മുഖത്തേക്ക് നോക്കി. ഒരു കൗശലഭാവം. പോയിസൻ്റെ ശക്തിയിൽ നിന്ന് എൻ്റെ കുഞ്ഞിപ്പങ്ങൾ ഇനിയും മോചിതയായിട്ടില്ല സാർ. ഒരു പക്ഷേ അവൾ മോഷ്ടാക്കളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലോ? സ്വബോധം വീണ്ടു കിട്ടിയാൽ അവൾ ആ പേരുകൾ പറഞ്ഞാലോ എന്ന് മോഷ്ടാക്കൾ സംശയിച്ചിട്ട് അവളെ ഉപദ്രവിക്കാൻ വരാമല്ലോ. ഷിഹാബുദ്ദീൻ മോളി. അങ്ങനെ വരാൻ ആളുണ്ടാവാമെങ്കിലും ധ്രുവ് അവരെ ശത്രുക്കളായി കാണുന്നില്ല. വാക്കുകൾക്കുള്ളിലെ അർത്ഥം അവന് പിടികിട്ടി. അവനറിയിച്ചു. ശത്രുതയല്ലല്ലോ സാർ അത്. ആരുടെയോ സ്വയം രക്ഷിക്കാനുള്ള തിടുക്കം. ലീവ് ഇറ്റ്. പെൻസിൽ വെച്ചിട്ട് ഷിഹാബുദ്ദീൻ നിവർന്നിരുന്നു. ചന്ദ്രസേനൻ്റെ കൊലയാളി ആരാവാം? നിങ്ങൾക്ക് അതേപ്പറ്റി വല്ലതും പറയാനുണ്ടോ? പ്രത്യേകിച്ച് നിങ്ങളുടെ കേസുകൾ അന്വേഷിച്ചിരുന്ന ആൾ എന്ന നിലയ്ക്ക്. ഞാൻ ആ ബോഡി കണ്ടില്ല സാർ. കേട്ടറിഞ്ഞതേയുള്ളൂ. എങ്കിലും ഇത്രയും ക്രൂവലായ മർഡർ എന്ന നിലയ്ക്ക് ഒന്നുറപ്പാണ് സാർ. സേനൻ സാറിനോട് അത്രയ്ക്ക് ശത്രുതയുള്ളവർ തന്നെ. ഞാൻ അനന്തമൂർത്തി സാറിനോട് പറഞ്ഞിരുന്നു അക്കാര്യം. കടലിൽ നിന്ന് ബോട്ടിൽ കെട്ടിവലിച്ചുകൊണ്ട് സേനൻ സാറും മറ്റും ഒരു ബോഡി കൊണ്ടുവന്നില്ലേ? അതിൻ്റെ ബാക്കിയാവാം. ഓക്കെ ധ്രുവ്, താങ്ക് യു. നിങ്ങൾക്ക് പോകാം. താങ്ക് യു സാർ. അവൻ എഴുന്നേറ്റു. പിന്നെ അനന്തമൂർത്തിയെ നോക്കി പുഞ്ചിരിച്ചു.
അയാൾ വാതിൽ തുറന്നു കൊടുത്ു. ധ്രുവ് പുറത്തിറങ്ങിയതും ഷിഹാബുദ്ദീൻ്റെ ശബ്ദം പിന്തുടർന്നു ചെന്നു. ഇനി നമ്മൾ കാണുമ്പോഴും ഇതുപോലെ സൗഹൃദപരമായി പിരിയാൻ കഴിയണം ധ്രുവ്. അവൻ നിന്നു. തോളിന് മുകളിലൂടെ തല തിരിച്ചു നോക്കി. ഷുവർ സാർ. അവൻ പോയി കഴിഞ്ഞതും ഷിഹാബുദ്ദീൻ അനന്തമൂർത്തിയോട് പറഞ്ഞു. അവൻ്റെ ഓരോ ചലനവും ശ്രദ്ധിക്കണം. എനിക്കവന് സംശയമുണ്ട്. നമ്മൾ അറിഞ്ഞിട്ടില്ലാത്തതും നമ്മളോട് പറയാത്തതുമായ എന്തൊക്കെയോ അവൻ്റെ മനസ്സിലുണ്ട്. സാർ. അനന്തമൂർത്തി പിടഞ്ഞുണർന്നു. ആ ഭാരതീയമാളും ദുരൂഹതകൾ നിറഞ്ഞ സ്ത്രീയാണ്. അറിയാം. ഒരു വലയ്ക്കുള്ളിൽ നമ്മൾ എല്ലാത്തിനെയും കുടുക്കിയിരിക്കും. അയാൾ എഴുന്നേറ്റു. ആ നേരത്ത് ഹൈവേയിൽ നീണ്ടകരയ്ക്കും കരുനാഗപ്പള്ളിക്ക് ഇടയ്ക്ക് നകുലിൻ്റെ പോർഷെ പനാമോ കാറിൽ നകുലിനൊപ്പം ശ്രീനിവാസനുമുണ്ടായിരുന്നു. കാർ ഓടിച്ചിരുന്നത് ശ്രീനിവാസിൻ്റെ ഡ്രൈവറാണ്. പിൻസീറ്റിലിരുന്ന് സ്വരം താഴ്ത്തി സംസാരിക്കുകയാണ് നകുലും ശ്രീനിവാസനും. ഈ ചെയ്യുന്നതൊക്കെ ധ്രുവാണെങ്കിൽ ഇനി അവൻ്റെ ലിസ്റ്റിൽ അവശേഷിക്കുന്നത് അങ്കിളും ഞാനും എൻ്റെ അമ്മയും മാത്രമാകും. അതിന് പക്ഷേ അവന് അവസരം കൊടുക്കില്ല ഞാൻ. ഇന്ന് രാത്രിയിൽ തന്നെ മൂന്നിനെയും തീർക്കും. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നകുൽ ശ്രീനിവാസിൻ്റെ കൈപ്പിടിച്ച് മുറുക്കി. ഹൈവേയിലൂടെ തുരുത്തുരെ പായുകയാണ് വാഹനങ്ങൾ. എങ്ങനെ? ശ്രീനിവാസിൻ്റെ നെറ്റി ചുളിഞ്ഞു. രാവും പകലും അവിടെ ജനങ്ങൾ കാവലല്ലേ? ശ്രീനിവാസൻ നകുലിനെ മുഖം ചരിച്ചു നോക്കി. രാത്രി 11 മണിക്ക് വലിയ അഴീക്കിൽ കുറച്ച് വീടുകൾക്ക് തീപിടിക്കും. സ്വന്തം വീട് കത്തുമ്പോൾ ആരും ധ്രുവിൻ്റെ വീട്ടിൽ കാവലിരിക്കില്ലല്ലോ. അവർ ഓടിപ്പോകും. ബഹളം നടക്കുന്ന ആ നേരത്ത് എന്ത് സംഭവിച്ചാലും ആരും അറിയില്ല. കൊള്ളാം. MLA സമ്മതിച്ചു. അവർ ചവറയിലെത്തി. അങ്ങോട്ട് വണ്ടി വിട്. കായലിന് മുകളിലൂടെയുള്ള പാലം കഴിഞ്ഞതും ശ്രീനിവാസൻ വലതുവശത്തേക്ക് കൈ ചൂണ്ടി. ഡ്രൈവർ അവിടേക്ക് വണ്ടി തിരിച്ചു. കടലിന് അഭിമുഖമായുള്ള ഹോട്ടൽ. താൻ അങ്ങോട്ട് മാറ്റിയിട്ടോ? ഡ്രൈവറോട് പറഞ്ഞിട്ട് ഇരുവരും ഇറങ്ങി. ഡ്രൈവർ ഒരു മരത്തണലിൽ വണ്ടി ഒതുക്കിയിട്ട് വേഗം ഇറങ്ങി. അടുത്തെങ്ങും ആരുമില്ലെന്ന് ഉറപ്പിച്ചിട്ട് ഫോണെടുത്ത് ചില നമ്പറുകളിൽ കുത്തി. അപ്പുറത്ത് ബെൽ മുഴങ്ങി. പെട്ടെന്ന് അറ്റൻഡ് ചെയ്യപ്പെട്ടു. ഫെമിന കുഞ്ഞല്ലേ? ഞാനാ പാപ്പി. പറഞ്ഞു പാപ്പിച്ചേട്ടാ. ഫെമിനയുടെ ശബ്ദം. ഇന്ന് രാത്രി കൊച്ചങ്ങത്തിനെയും മറ്റും കൊല്ലാൻ പ്ലാനിട്ടിരിക്കുകയാണ് അവർ. ഫെമിനയിലെ നടുക്കം ഫോണിലൂടെ തിരിച്ചറിഞ്ഞു ഡ്രൈവർ പാപ്പി. അയാൾ കാറിലെ സംഭാഷണം അത്രയും പറഞ്ഞു കേൾപ്പിച്ചു. ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി കുഞ്ഞെ. പിന്നീടൊരു അനക്കം തോന്നിയ അയാൾ ഞെട്ടിത്തിരിഞ്ഞു. തൊട്ടരികിൽ കൊമ്പൻ സ്രാവ് വാ പിളർന്നു നിൽക്കുന്ന പോലെ പാപ്പി നടുങ്ങി. നകുൽ. അവൻ കണ്ണിമയ്ക്കാതെ പാപ്പിയെ നോക്കി നിൽക്കുകയായിരുന്നു. കടൽക്കാറ്റ് ശക്തമായി വീശി വന്നു. ഹോട്ടലിൻ്റെ മുറ്റത്തിനപ്പുറം കടൽ സംരക്ഷണ ഭിത്തിയാണ്. അതിൽ അടിച്ചു തെറിക്കുന്ന തിരമാലകൾ കാണാം. അപ്പുറം കാണുന്ന കടലിൽ ഓളങ്ങൾ തിളയ്ക്കുന്നത് പോലെ ഡ്രൈവർ പാപ്പിക്ക് തോന്നി. അയാൾ കുടുകുടെ വിയർക്കാൻ തുടങ്ങി. നകുൽ പാപ്പിയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു. പ്രത്യേകിച്ച് ഭാവമോറ്റമൊന്നുമില്ലാതെ. ഒരു നിമിഷം കഴിഞ്ഞു കുസൃതിച്ചിരിയോടെ അവൻ തിരക്കി. എന്താ പാപ്പിച്ചേട്ടാ? ഒരു രഹസ്യ സംഭാഷണം? എവിടെയെങ്കിലും ചിന്ന വീടുണ്ടോ ഈ പ്രായത്തിലും? അങ്ങനെയൊന്നുമില്ല സാറേ. പാപ്പി വിയർപ്പ് തുടച്ചുകൊണ്ട് ചിരിക്കാൻ ശ്രമിച്ചു. പിന്നെ ആരെയെ വിളിച്ചത്? അത് പിന്നെ എൻ്റെ ഒരു ബന്ധുവിനെ. ഒരു ഫെമിനയുടെ പേര് പറയുന്നത് കേട്ടു. പാപ്പിയുടെ ഉള്ളിൽ 1000 കടൽ ചുഴികൾ ഒന്നിച്ചുണ്ടായി. നകുൽ എല്ലാം കേട്ടിരിക്കുന്നു. എന്നാൽ ഒന്നും സംഭവിക്കുന്നില്ല താനും. തൻ്റെ ഉള്ളിലെ നടുക്കവും പുറത്തു വരാതിരിക്കാൻ അയാൾ പാടുപെട്ടു. പാപ്പിച്ചേട്ടൻ വാ, എന്തെങ്കിലും കഴിക്കാം. അല്ല, ഞാനിവിടെ എങ്ങാനും. അയാളുടെ ഒച്ചയടച്ചു. ഉച്ചയ്ക്ക് ചോറിൻ്റെതാണല്ലോ ഞാൻ. അത് സാരമില്ല. ഇപ്പോൾ സമയം 5 മണിയായി. ഇനി ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ കരുതണ്ട. കഴിക്കുമ്പോൾ ഒന്നിച്ച് വന്നവരെല്ലാം ഉണ്ടാവുന്നതാ എനിക്കിഷ്ടം. വാ. പറഞ്ഞിട്ട് നകൽ തിരിച്ചു നടന്നു. അവന് പിന്നാലെ പോകുന്നതിനിടയിൽ പാപ്പി സൂത്രത്തിൽ ഫോൺ കട്ട് ചെയ്തു. എന്നാൽ തേനി മെഡിക്കൽ കോളേജിൽ അതുവരെ നടന്ന സംഭാഷണം അത്രയും തൻ്റെ ഫോണിലൂടെ ഫെമിന കേൾക്കുകയായിരുന്നു. അവൾക്ക് പെട്ടെന്ന് ആപത്ത് ബോധ്യമായി. പാപ്പിച്ചേട്ടൻ വിളിച്ചത് തന്നെയാണെന്ന് നകുൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി അയാൾക്ക് പീഡന സമയമാകും. ഉള്ളിലുള്ളതെല്ലാം നകുൽ അയാളെ കൊണ്ട് ഛർദ്ദിപ്പിക്കും. കിടക്കയിൽ ഫെമിനയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു വിശ്വരൂപൻ ചാന്നാർ. മേരി ബാത്റൂമിലാണ്. എന്താ മോളെ? ചാന്നാർ തിരക്കി. അവൾ കാര്യം തുറന്നു പറഞ്ഞു. കഷ്ടം. ചാന്നാറിൻ്റെ ശബ്ദത്തിൽ സങ്കടം തിങ്ങി. നമുക്ക് വേണ്ടി പലതും ചെയ്തു തന്ന പാപ്പിയെ രക്ഷിക്കാൻ വഴിയൊന്നുമില്ലല്ലോ. വിവരം നീ അറിഞ്ഞെന്ന് നകുൽ മനസ്സിലാക്കിയ നിലയ്ക്ക് തുറയിലെ വീട്ടിൽ ഒരു ആക്രമണമുണ്ടാവില്ല. ഫെമിന അസ്വസ്ഥമായി റൂമിലൂടെ 2 വട്ടം നടന്നു. പിന്നെ പെട്ടെന്ന് നിന്നു. ഞാൻ ധ്രുവിനെ വിളിച്ച് വിവരം പറയട്ടെ അങ്കിളെ? പ്രതീക്ഷയോടെ അവൾ ചോദിച്ചു. ചാന്നാർ ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് മറുപടി നൽകി. അറിയിക്കേ. പക്ഷേ ഇനി അവന് പാപ്പിയെ രക്ഷിക്കാനാവുമോ എന്നെനിക്ക് സംശയമുണ്ട്. മാത്രമല്ല പാപ്പിയും മറ്റും എവിടെയാണെന്നും നമുക്കറിയില്ലല്ലോ. അതൊക്കെ ധ്രുവ് കണ്ടുപിടിച്ചോളും. ഫെമിനയ്ക്ക് ഉത്സാഹമായി. ചാന്നാർ ഓർമ്മപ്പെടുത്തി. അവനോട് പറയണം അപകടത്തിൽ ചെന്ന് ചാടരുതെന്ന്. പറയാം. ഫെമിന ധ്രുവിൻ്റെ നമ്പർ കുത്തി. SP ഷിഹാബുദ്ദീനെ കണ്ട ശേഷം വീട്ടിലേക്ക് വന്ന് XUവിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു അവനപ്പോൾ. മജീദും യാക്കൂബും മണവാളനും അയൽക്കാരും അടങ്ങുന്ന സംഘം ഉദ്വേഗത്തോടെ അവനെ കാത്തിരിക്കുകയായിരുന്നു. ധ്രുവിനെ കണ്ടതും വീടിനുള്ളിൽ നിന്ന് ക്ഷിപ്ര പാഞ്ഞെത്തി. ഏട്ടനെ എന്തിനാ പോലീസ് കൊണ്ടുപോയത്? അവൻ ക്ഷിപ്രയുടെ തോളിലൊന്ന് തട്ടി. അവർ എന്നെ കൊണ്ടുപോയതല്ലടി, ഞാൻ അവരുടെ പിന്നാലെയല്ലേ പോയത്. അവൻ ചിരിച്ചു. വേണ്ട. ക്ഷിപ്ര മുഖം വീർപ്പിച്ചു. ആ CIയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാമായിരുന്നു എന്താ കുഴപ്പമുണ്ടെന്ന്. ഒരു കുഴപ്പവുമില്ല. DYSP ചന്ദ്രസേനൻ്റെ മരണത്തിൽ എനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്നറിയാൻ SP വിളിപ്പിച്ചതാ, അത്രമാത്രം.
അവൻ എല്ലാവരോടുമായാണ് പറഞ്ഞത്. പക്ഷേ യാക്കൂബിൻ്റെയും മജീദിൻ്റെയും മണവാളുടെയും മുഖങ്ങളിലൊരു സംശയം ബാക്കി നിന്നു. അടുത്ത നിമിഷം ധ്രുവിൻ്റെ സെൽഫോൺ ഇരമ്പി. അവൻ അതെടുത്ത് നോക്കി. ഫെമിന. പറഞ്ഞോളൂ. ഫോൺ കാതിലമർത്തിക്കൊണ്ട് അവൻ വീടിനുള്ളിലേക്ക് കയറി. ചുരുങ്ങിയ വാക്കുകളിൽ ഫെമിന കാര്യം പറഞ്ഞു. ധ്രുവിൻ്റെ കണ്ണുകളിൽ ഒരു ഓളം വെട്ടി. ശരി, ഞാനൊന്ന് നോക്കട്ടെ. തിടുക്കത്തിൽ ഫോൺ കട്ട് ചെയ്തിട്ട് അവൻ ലാപ്ടോപ്പ് ഓൺ ചെയ്തു. ഫെമിന പറഞ്ഞത് സത്യമാണെങ്കിൽ തനിക്ക് 2 ശത്രുക്കളെ ഒന്നിച്ചു കിട്ടും. ആവേശം തിര പോലെ അവനിൽ അടിച്ചുയർന്നു. ഫെമിന പറഞ്ഞു കൊടുത്ത പാപ്പിയുടെ നമ്പർ അവൻ ട്രേസ് ചെയ്തു. 5 മിനിറ്റ്. അവൻ ലാപ്ടോപ്പിൽ കൊല്ലം ജില്ലയുടെ മാപ്പ് എടുത്തു. അതിൽ ഹൈവേക്കരികിൽ ഒരു ചുവന്ന ഡോട്ട് മിന്നിത്തിറങ്ങി. കണക്കുകൂട്ടി ധ്രുവ് പാപ്പിയുടെ സ്ഥാനം കണ്ടെത്തി. ചവറയ്ക്കും നീണ്ടകരയ്ക്കും ഇടയിൽ. പാപ്പി ഇപ്പോൾ ഒരിടത്ത് തന്നെയുണ്ട്. ധ്രുവ് പിന്തുടർന്നു. യാക്കൂബിനെ അകത്തേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്യണം? അയാൾ എന്തിനും സന്നദ്ധനാണ്. നിങ്ങൾ 3 പേരും കൂടി ഇവിടെ നിന്ന് പോയിക്കോ. പാലത്തിനരികിൽ നിൽക്കുക. ആർക്കും സംശയം തോന്നാത്ത തരത്തിൽ ഞാനങ്ങ് എത്തിക്കോളാം. ശരി കൊച്ചങ്ങത്തെ. യാക്കൂബ് പുറത്തിറങ്ങി. തിണ്ണയിൽ അയൽക്കാരുമായി സംസാരിച്ചു കൊണ്ട് ഇരിക്കുകയായിരുന്നു മജീദും മണവാളനും. അല്പനേരം യാക്കൂബും അവരോടൊപ്പം കൂടി. പിന്നെ തിരക്കി. ഞാൻ വീട്ടിലേക്കൊന്ന് പോകുക. നിങ്ങൾ വരുന്നോ? അവർക്ക് കാര്യം പിടികിട്ടി. വരുന്നു. പറ്റിയാൽ ഇത്തിരി അന്തിക്കള്ള് കുടിക്കണമെന്ന് ഞാനിപ്പം വിചാരിച്ചതേയുള്ളൂ. മജീദ് എല്ലാവരും കേൾക്കെ പറഞ്ഞു. തുടർന്ന് മൂവരും സൈക്കിളിൽ യാത്രയായി. പിന്നെയും 10 മിനിറ്റ് ധ്രുവ് കാത്തു. അതിനിടയിൽ ക്ഷിപ്രയെ വിളിച്ച് രഹസ്യമായി ചില നിർദ്ദേശങ്ങൾ നൽകി. ഒപ്പം തനിക്ക് വേണ്ടതെല്ലാം ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിലാക്കി എടുത്തു. അവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ പറഞ്ഞ് ഉറപ്പിച്ച പ്രകാരം ക്ഷിപ്ര പിന്നിലെത്തി. ഏട്ടാ, സാധനങ്ങൾ വാങ്ങാൻ പോകുകയാണോ? അതെ. എങ്കിൽ മണിമോൾക്കുള്ള മരുന്നും കൂടി വാങ്ങണം. ശരി. ധ്രുവ് എക്സ്ക്യൂവിൽ കയറി. നിങ്ങളിവിടെ കാണുമല്ലോ അല്ലേ? ധ്രുവ് അയൽക്കാരോട് തിരക്കി. കാണും. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. റിവേഴ്സിൽ റോഡിലേക്ക് ഇറങ്ങിയിട്ട് മിന്നൽ വേഗത്തിൽ പായിച്ചു. കായലിന് കുറുകെയുള്ള പാലത്തിൽ മണവാളനും യാക്കൂബും മജീദും ഉണ്ടായിരുന്നു. അവൻ വണ്ടി നിർത്തി ഇറങ്ങി. മണവാളിനെ സ്റ്റിയറിംഗ് വീലെ ഏൽപ്പിച്ചു. പിന്നെ ഇടതുവശത്തെ സീറ്റിൽ കയറി. മജീദും യാക്കൂബും പിന്നിലും. മണവാളൻ വണ്ടി പറത്തിവിട്ടു. ധ്രുവ് ലാപ്ടോപ്പിൽ പാപ്പിയുടെ ലൊക്കേഷൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അയാൾ പഴയ സ്പോട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ VVIPകൾക്ക് മാത്രമുള്ള ഹോട്ടൽ ക്യാബിനിലായിരുന്നു MLA ശ്രീനിവാസനും നകുലും ഡ്രൈവർ പാപ്പിയും. വെയിൽ അടങ്ങിക്കഴിഞ്ഞു. ബാർ നിരോധിച്ചതാണെങ്കിലും അവിടെ അവർക്കാവശ്യമായി മദ്യം ഒരുക്കിയിരുന്നു. നകുൽ ചപ്പാത്തിയും മട്ടൺ 65ഉം ഓരോ പ്ലേറ്റ് കൂടി ഓർഡർ ചെയ്തു. ശേഷം അവൻ തന്നെ 3 ഗ്ലാസ്സുകളിലേക്ക് മദ്യം പകർന്നു. ഒരു ഗ്ലാസ് പാപ്പിയുടെ അടുത്തേക്ക് നീക്കിവെച്ചു. മതി സാറേ, എനിക്ക് വണ്ടി ഓടിക്കാനുള്ളതല്ലേ? ഇപ്പം തന്നെ 5 പെക്കായി. പാപ്പി വിനയത്തോടെ നിരസിച്ചു. ഭയങ്കര ഓർമ്മയാണല്ലോ പാപ്പിച്ചേട്ടന്. നകുൽ അത്ഭുതം ഭാവിച്ചു. സാരമില്ലെന്നേ, നിങ്ങൾ ഫിറ്റായാൽ ഞാനും ഓടിക്കും വണ്ടി. എത്ര കുടിച്ചാലും ഞാൻ ഡ്രൈവിങ്ങിൽ പെർഫെക്റ്റാ. അവൻ ശ്രീനിവാസിനെ നോക്കി ഒന്ന് കണ്ണിറക്കി. മനസ്സില്ലായ്മയോടെ പാപ്പി വീണ്ടും ഗ്ലാസ് ഉയർത്തി. അത് നോക്കിയിരുന്ന ശ്രീനിവാസനും പറഞ്ഞു. എത്ര കാലമായി പാപ്പി എൻ്റെ കൂടെ നിൽക്കുന്നെന്ന് നിനക്കറിയാമോ നകുൽ? എത്ര കുടിച്ചാലും പാപ്പിയെ വെല്ലുന്ന ഡ്രൈവിങ്ങിന് നിനക്കാവില്ല. അയാൾ ഒന്ന് കണ്ണിറുക്കി. അത്രയ്ക്കും മിടുക്കനാണോ പാപ്പി ചേട്ടൻ? പിന്നെ മിടുക്കം മാത്രമല്ല, വിശ്വസ്തനുമാ. എൻ്റെ എത്രയോ രഹസ്യങ്ങൾ പാപ്പിയുടെ മനസ്സിലുണ്ടെന്നറിയാമോ? കല്ലിൽ വെച്ച് അരച്ചാലും ഒന്നും പുറത്തു പറയില്ല. അതാണ് പാപ്പിയുടെ സ്വഭാവം. അത് കേട്ടപ്പോൾ പാപ്പിക്ക് അഭിമാനമായി. അത് പിന്നെ നമ്മൾ അങ്ങനെയല്ലേ നകുൽ സാറേ ചെയ്യേണ്ടത്? ഒരാളുടെ കൂടെ നിൽക്കുമ്പോൾ അയാളുടെ വിശ്വസ്തനായിരിക്കണം. അവിടെ നിന്ന് മാറിയാലോ? നകുലിൻ്റെ ചോദ്യം പാപ്പിയെ ചിന്തിപ്പിച്ചു. എന്നാലും അങ്ങനെ തന്നെ ആയിരിക്കണം. മിടുക്കൻ. നകുൽ തലയാട്ടി. ബേറർ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തിച്ചു. അതും കൂടി നകുൽ പാപ്പിയുടെ മുന്നിലേക്ക് നീക്കി വെച്ചു. കഴിക്കേ. ഞാനോ? പിന്നല്ലാതെ. ഇപ്പം തന്നെ എൻ്റെ വയറ് നിറഞ്ഞതാ സാറേ. അങ്ങനെ പറയരുത്. കുടിക്കാൻ തുടങ്ങിയാൽ ബോധം പോകുന്നതുവരെ കുടിക്കണം. തിന്നുമ്പോൾ വയറ് പൊട്ടുന്നതുവരെ. അതാ എൻ്റെ പോളിസി. മാത്രമല്ല, ഇനി പാപ്പിച്ചേട്ടൻ ഇങ്ങനെ തിന്നാനും കുടിക്കാനും കഴിഞ്ഞില്ലെങ്കിലോ? പാപ്പിയുടെ നെറ്റി ചുളിഞ്ഞു. അതെന്താ സാറേ, ഞാൻ ചാകാൻ പോവുകയാണോ? നകുൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കടപ്പല്ലമർത്തി. മനുഷ്യൻ്റെ പൊതുവായ ഒരു കാര്യം പറഞ്ഞത് ഞാൻ. അല്പം കഴിഞ്ഞ് എന്തുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഒരു സുനാമി വന്നാൽ നമ്മളെല്ലാം ചത്തുപോകില്ലേ? ഞാൻ നീന്തിക്കയറും. പാപ്പി മദ്യലഹരിയിൽ പറഞ്ഞു. ചേട്ടനെ പോലെ ഞങ്ങൾക്കാർക്കും സ്റ്റാമിനയില്ലെന്നേ. അവനൊരു പെഗ് കൂടി പകർന്ന് പാപ്പിക്ക് കൊടുത്തു. ശ്രീനിവാസനും നകുലും പരസ്പരം നോക്കി. നേരം ഇരട്ടിത്തുടങ്ങി. പിന്നെയും അരമണിക്കൂർ അവർ ക്ഷമയോടെ കാത്തിരുന്നു. പാപ്പി വല്ലവിധനെയും എഴുന്നേറ്റ് വേച്ചു പോയി കൈ കഴുകി. പിന്നെ വന്ന് കസേരയിൽ കഴുത്തൊടിഞ്ഞതുപോലെ കുമ്പിട്ടിരുന്നു. നകുൽ ഫോണിൽ ആർക്കോ ഒരു മെസ്സേജ് അയച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ 2 പേർ അവിടേക്ക് വന്നു. അവരും മദ്യത്തിന് ഓർഡർ കൊടുത്തിട്ട് അവിടെ ഇരുന്നു. ഈ നേരത്ത് ഹോട്ടലിന് മുന്നിലെ നാഷണൽ ഹൈവേയിലുണ്ടായിരുന്നു ധ്രുവും സംഘവും. പാപ്പി അവിടെ തന്നെയുണ്ടെന്ന് അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു. മണവാളൻ ഹോട്ടലിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോയിരിക്കുകയാണ്, ബിയർ കുടിക്കാൻ എന്ന ഭാവത്തിൽ. 5 മിനിറ്റിനുള്ളിൽ അയാൾ തിരിച്ചു വന്നു. നകുലിൻ്റെ കാർ അവിടെ കിടപ്പുണ്ട് കൊച്ചങ്ങത്തെ. എങ്കിൽ യാക്കൂബും മണവാളനും അവിടേക്ക് പോയിക്കോ. അവരാരെങ്കിലും ഇറങ്ങി വരുന്നത് കണ്ടാൽ എന്നെ അറിയിക്കണം. അവർ 2 പേരും പോയി. ധ്രുവ മജീദിനെ നോക്കി. ഈ ഹോട്ടൽ ശ്രീനിവാസൻ സാറിൻ്റെ ബിനാമിയുടേതാണോ എന്ന എൻ്റെ സംശയം. ആവാം. മജീദ് സമ്മതിച്ചു. ഇത്രയും നേരത്തിനുള്ളിൽ അവർ പാപ്പിയെ അവസാനിപ്പിച്ചിരിക്കുമോ എന്ന് പോലും ധ്രുവ് സംശയിച്ചു. പാപ്പിയെ അപ്പോൾ നകുൽ വിളിക്കുകയായിരുന്നു. പാപ്പിച്ചേട്ടാ.
അയാൾ മുഖമുയർത്തി. ആ ഫെമിന ഇപ്പോൾ എവിടെയുണ്ട്? തേനിയിൽ പറഞ്ഞു കഴിഞ്ഞതും മദ്യലഹരിയിലും പാപ്പിക്ക് അപകടം മണത്തു. അല്ല, എവിടെയാണെന്ന് എനിക്കറിയില്ല. നേരത്തെ ഫോൺ ചെയ്തപ്പോൾ അവൾ പറഞ്ഞില്ലേ? നകുൽ കടപ്പല്ല് ഞെരിച്ചു. ഇല്ല, പാപ്പി തുടർന്ന് തിരക്കി. വാസ്തവത്തിൽ അവൾ ആരാണെന്നറിയാമോ? ആരാ? നകുൽ ശ്രീനിവാസനൊന്ന് തോണ്ടി. എൻ്റെ ഭാര്യയുടെ അകന്ന ബന്ധുവാ. ചീ! നകുൽ രോഷത്തോടെ കൈ ചുരുട്ടി മേശയിൽ ഒറ്റയിടി. 2 ഗ്ലാസുകളും ഒരു കുപ്പിയും തറയിൽ വീണ് ചിതറി. നകുൽ! മുന്നറിയിപ്പ് പോലെ ശ്രീനിവാസൻ വിളിച്ചു. സോറി അങ്കിൾ. പിന്നെ അവൻ താൻ വിളിച്ചു വരുത്തിയവർക്ക് നേരെ തിരിഞ്ഞു. പാപ്പിച്ചേട്ടന് ഒന്ന് വീട്ടിലാക്ക്. അവിടെ ഉത്സവം നടക്കുകയല്ലേ. ഭാര്യയും മോളുമായിട്ട് ചേട്ടൻ സന്തോഷത്തോടെ കഴിയട്ടെ. ഞാനങ്ങോട്ട് പോകുന്നില്ല. പാപ്പി മുഖമുയർത്തി. കുടിച്ചേച്ച് ചെല്ലുന്ന എന്നെ കാണുന്നത് തന്നെ അവൾക്ക് കലിയ. ശ്രീനിവാസൻ സാറിന് അറിയാമല്ലോ. മുഖത്ത് അടിയേറ്റതുപോലെ ശ്രീനിവാസൻ വിളറി. അയാളുടെ ഉള്ളിലൊരു വന്യമൃഗം ചുരമാന്തി. അറിയാതെ അയാൾ തൻ്റെ കവിളിലൊന്ന് തടവി. പാപ്പിയുടെ ശബ്ദമാണ് ശ്രീനിവാസനെ ഉണർത്തിയത്. അവളും മോളും ഇപ്പം ഉത്സവത്തിന് പോയി കാണും. ഞാൻ അവിടെ ചെന്നാലും പുറത്ത് കിടക്കേണ്ടി വരും. അതൊന്നും സാരമില്ല, ചേട്ടൻ വാ. നകുൽ വിളിച്ചു വരുത്തിയവർ പാപ്പിയുടെ ഇരുഭാഗത്തു നിന്ന് കൈക്ക് പിടിച്ചുയർത്തി. വേണ്ട, എനിക്ക് വണ്ടി ഓടിക്കണം. അയാൾ കുതറി. ഞങ്ങളുടെ വണ്ടി ചേട്ടൻ ഓടിച്ചോ? അവർ അയാളെ ബലമായി പുറത്തേക്ക് നടത്തി. പിന്നാലെ നകുലും ശ്രീനിവാസനും എഴുന്നേറ്റു. നകുലേ, പഴയൊരു കണക്കുണ്ട് എനിക്ക് പാപ്പിയുടെ ഭാര്യയുടെ അടുത്ത്. അന്ന് അവളെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകുമായിരുന്നു. എൻ്റെ ഒരാഗ്രഹം അത് നടന്നില്ല. പകരം അവൾ എൻ്റെ കരണത്തടിച്ചു. ഇപ്പോൾ അവളുടെ മകളെ വിവാഹമാണ്. അത് നടക്കാതിരിക്കാനുള്ള ഒരു ഇര കൂടിയാണ് ഇപ്പോൾ പാപ്പി. ശ്രീനിവാസിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. പാപ്പിയെ 2 പേർ താങ്ങിക്കൊണ്ട് പുറത്തേക്ക് വരുന്നത് യാക്കൂബ് മണവാളനും കണ്ടു. അവർ ധ്രുവിന് മെസ്സേജ് നൽകി. അയാളെ ഏത് വണ്ടിയിലാണ് കയറ്റുന്നതെന്ന് നോക്ക്, ധ്രുവ് നിർദ്ദേശിച്ചു. ഒരു സുമോയിലാണ് അവർ പാപ്പിയെ കയറ്റിയത്, ബലമായിട്ട്. പാപ്പി എതിർത്തു. വിടടാ, ഞാൻ വന്ന വണ്ടി ഇതല്ല. അവർ അത് ശ്രദ്ധിച്ചില്ല. സുമോ സ്റ്റാർട്ടായതും നകുലും ശ്രീനിവാസനും കൂടി വന്ന് പോർഷെ പനോമയിലും കയറി. 2 വാഹനങ്ങളും ഹൈവേയിലെത്തി വലത്തേക്ക് തിരിഞ്ഞു. ധ്രുവിനെ വിവരമറിയിച്ചിട്ട് യാക്കൂബ് മണവാളനും ഓടി വന്ന് എക്സ്യുവിയിൽ കയറി. നേരം നന്നേ ഇരുട്ടിയിരുന്നു. നകുലിനും ശ്രീനിവാസനും പിന്നാലെ ധ്രുവും വണ്ടി പായിച്ചു. 1.5 മണിക്കൂർ. മുന്നിൽ പോകുന്ന വാഹനങ്ങൾ പെരുമൺ റെയിൽവേ ബ്രിഡ്ജിനരികിൽ നിൽക്കുന്നത് കണ്ട് ധ്രുവ് പെട്ടെന്ന് എക്സ്യുവി തെങ്ങിൻ തോപ്പിലേക്ക് കയറ്റി നിർത്തി. നിലാ വെളിച്ചത്തിൽ കാഴ്ചകൾ ഒരുവിധം വ്യക്തമായിരുന്നു. ഒന്നുകിൽ പാപ്പിയെ കായലിൽ കെട്ടിത്താഴ്ത്തും അവർ, അല്ലെങ്കിൽ കൊന്നു റെയിൽവേ ലൈനിൽ ഉപേക്ഷിക്കും. മജീദ് പിറുപിറുത്തു. എന്നാൽ റെയിൽവേ പാലത്തിനോട് ചേർന്നുള്ള നടപ്പാതയിലൂടെ അവർ പാപ്പിയെ ബലമായി മുന്നോട്ട് നടത്തി. അവർക്കരികിലൂടെ ഒരു ഗുഡ്സ് ട്രെയിൻ പാഞ്ഞുപോയി. കുറച്ചകലെ പേഴന്തുരുത്ത് കണ്ടു. അവിടെ മിക്കഭാഗത്തും വെളിച്ചം. അവിടെ മകര തിരുവാതിര ഉത്സവം നടക്കുകയാണ് കാളി ക്ഷേത്രത്തിൽ. താൻ ഒരിക്കലിവിടെ വന്നിട്ടുണ്ടെന്ന് ധ്രുവ് ഓർത്തു. അന്നൊക്കെ 100ഓളം ആനകളുടെ എഴുന്നള്ളത്തുണ്ടായിരുന്നു. അഷ്ടമുടിക്കായൽ നീന്തിക്കടന്നാണ് ആനകളെ കൊണ്ടുവരിക. 200-ൽ താഴെ വീടുകളെയുള്ളൂ പേഴന്തുരുത്തിൽ. എന്നാൽ ഉത്സവം ഗംഭീരം. റെയിൽ പാളത്തിനരികിലൂടെ പാപ്പിയുമായി അവർ തുരുത്തിലെത്തി. അല്പം പിന്നിലായിരുന്നു നകുലും ശ്രീനിവാസനും. അവരെ കാണത്തക്ക വിധത്തിൽ ധ്രുവും സംഘവും. ഉച്ചഭാഷയിലൂടെ നാടകത്തിലെ ഡയലോഗുകൾ കേൾക്കാം. ഇപ്പോൾ അവർ നമ്മളെ കണ്ടാലും ഉത്സവത്തിന് വരുന്നവർ ആരെങ്കിലുമാണെന്ന് കരുതൂ, ധ്രുവ് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവൻ്റെ കയ്യിൽ ആ പ്ലാസ്റ്റിക് സഞ്ചി അപ്പോഴും ഉണ്ടായിരുന്നു. പാപ്പിക്ക് മദ്യലഹരിയൊക്കെ ആവിയായി പോയിരുന്നു. കായലിലും തോടുകൾക്ക് കുറുകയും ചിറ പിടിച്ച് അവയിൽ തെങ്ങുകൾ വച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അവിടെ. ചിറയിലൂടെ കുറിച്ച് നടന്നപ്പോൾ പാപ്പി തൻ്റെ വീട് കണ്ടു. ഞാനങ്ങോട്ട് വരുന്നില്ല. അയാൾ ബലം പിടിച്ചു നിന്നു. ഞങ്ങൾ കൂടെയില്ലേ? ചേട്ടൻ വാ. പോരെങ്കിൽ നകുൽ സാറും ശ്രീനിവാസൻ സാറും പിന്നാലെയുണ്ട് താനും, ഒരാൾ പറഞ്ഞു. നേരോ? പാപ്പി തിരിഞ്ഞു നോക്കി. ചലിക്കുന്ന രൂപങ്ങൾ കണ്ടു. കുറച്ചകലെ ക്ഷേത്ര പരിസരത്ത് പകൽ പോലെ വെളിച്ചം. വീടുകളുടെ പരിസരത്തെങ്ങും ആരെയും കാണാനില്ല. എല്ലാവരും ഉത്സവത്തിന് പോയിരിക്കുകയാവും. പാപ്പിയുടെ വീടിന് മുന്നിൽ ഒരു ബൾബ് തെളിഞ്ഞു നിന്നിരുന്നു. അവളെ വീട് പൂട്ടി പോയേക്കുക. മുറ്റത്ത് നിന്ന് ചുറ്റും നോക്കിക്കൊണ്ട് പാപ്പി പറഞ്ഞു. അത് സാരമില്ല. അവർ അയാളെ തിണ്ണയിലേക്ക് കയറ്റി. ഒരാൾ ഒറ്റച്ചവിട്ടിന് ആ ചെറിയ വീടിൻ്റെ വാതിൽ തുറന്നു. പാപ്പിക്ക് ഭീതി കൂടി. അവിടെ ഇന്നെന്നെ കൊല്ലും പറഞ്ഞു നിർത്തും മുമ്പ് അവർ അയാളെ അകത്തേക്ക് വലിച്ചെറിഞ്ഞു. ഒപ്പം കയറുകയും ചെയ്തു. പാപ്പിയുടെ നിലവിളി മൈക്കിൻ്റെ ഒച്ചയിൽ അലിഞ്ഞു ചേർന്നു. അയാൾ ഒരു കത്തി വലിച്ചെടുത്ത് പിന്നിൽ നിന്ന് പാപ്പിയുടെ കഴുത്തിൽ അമർത്തുകയും നെഞ്ചിലൂടെ കൈച്ചുറ്റി ചേർത്ത് പിടിക്കുകയും ചെയ്തു. ഇനി മിണ്ടിയാൽ തൻ്റെ കുരവള്ളി ഞാൻ കണ്ടിക്കും. തൻ്റെ കഴുത്തിൽ നേരിയ ഒരു നീറ്റൽ പാപ്പി അറിഞ്ഞു. അയാൾ വിറയ്ക്കാൻ തുടങ്ങി. ഒരുവൻ പുറത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അകത്തേക്ക് തെളിച്ചു. പെട്ടെന്ന് നകുലും ശ്രീനിവാസനും കൂടി അകത്തേക്ക് കടന്ന് വാതിലടച്ചു. ജനാലകളുടെ പൊട്ടിയ ഭാഗത്തുകൂടി വെളിച്ചത്തിൻ്റെ വൃത്തങ്ങൾ പുറത്തേക്ക് നീണ്ടു. ധ്രുവും സംഘവും തിടുക്കത്തിൽ അവിടെ എത്തി. പിന്നെ അവൻ ബാംഗ്ലൂർ സിമ്മിലുള്ള ഫോണെടുത്ത് വാട്സാപ്പ് വഴി ലൈവ് സ്ട്രീമിംഗ് ലിങ്ക് അയച്ചു. തുടർന്ന് ആഭ്യന്തരമന്ത്രി, DGP, ആലപ്പുഴ SP ഷിഹാബുദ്ദീൻ, മീഡിയക്കാർ തുടങ്ങിയവർക്ക് മെസ്സേജ് അയച്ചു. ലൊക്കേഷനും വ്യക്തമാക്കി. പ്ലീസ് ചെക്ക് ദ ലിങ്ക്. ഇറ്റ്സ് എ ക്രൈം ഓൺ ലൈവ് സ്ട്രീമിംഗ്. അതിനുശേഷം മൊബൈലിൽ നിന്ന് ലൈവ് വെബ്കാസ്റ്റിംഗ് വഴി താൻ പുതുതായി ഉണ്ടാക്കിയ സൈറ്റ് www.dragon.com അപ്ലോഡ് ചെയ്തു. തുടർന്ന് ഫോൺ റെക്കോർഡിംഗ് മോഡിലാക്കി മണവാളിനെ ഏൽപ്പിച്ചിട്ട് ചില നിർദ്ദേശങ്ങൾ നൽകി.
മണവാളൻ അകത്തെ ദൃശ്യങ്ങൾ ഫോൺ ക്യാമറയിൽ കിട്ടത്തക്ക വിധം ജനാല പഴുതിലേക്ക് ചേർത്ത് പിടിച്ചു. അകത്ത്. സാറേ, കണ്ടില്ലേ ഇവന്മാരെന്നെ? ശ്രീനിവാസനെ നോക്കിക്കൊണ്ട് പാപ്പി തേങ്ങി. ഛേ, എന്താ ഇത്? കത്തിമാറ്റ്. ശ്രീനിവാസൻ കൈക്കൊണ്ട് ആംഗ്യം കാണിച്ചു. കത്തിയുമായി നിന്നവൻ പാപ്പിയെ വിട്ടു. എന്തിനാ സാറേ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ? അതിനാണോ എനിക്ക് വയറു നിറച്ച് ആഹാരവും മദ്യവും തന്നത്? ദയനീയമായിരുന്നു അയാളുടെ ഭാവം. കണ്ടുനിന്ന ധ്രുവിന് സങ്കടം തോന്നി. പാപ്പി, സ്നേഹഭാവത്തിൽ വിളിച്ചുകൊണ്ട് ശ്രീനിവാസൻ മുന്നോട്ട് ചെന്ന് അയാളുടെ തോളിൽ കൈവച്ചു. കൂടെ നിന്ന് ചതിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം പാപ്പി? അതിന് ഞാൻ... പാപ്പിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. MLAയെ തള്ളിമാറ്റി കുതിച്ചെത്തിയ നകുൽ ഒറ്റയടി. പാപ്പി വട്ടം കറങ്ങി വീണു. അവൻ അയാളെ വലിച്ചുയർത്തി ഭിത്തിയോട് ചേർത്തു. പിന്നെ കാൽമുട്ട് മടക്കി അടിവയറ്റിൽ 4 പാപ്പിയുടെ കണ്ണു തള്ളി. അയാൾക്ക് ശ്വാസം വിലങ്ങി. നകുൽ പിടിവിട്ടു. ശവം കണക്കെ പാപ്പി ഭിത്തിയിലൂടെ താഴേക്കൂർന്നു. അയാളെ അവിടേക്ക് കൊണ്ടുവന്ന 2 പേരും ചേർന്ന് വീണ്ടും പിടിച്ചുയർത്തി. പാപ്പി, നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. ശ്രീനിവാസൻ നേരത്തെ കത്തി പിടിച്ചിരുന്നവൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി. അല്ലെങ്കിൽ പറഞ്ഞോ, നീ ഞങ്ങളെ ഒറ്റിക്കൊടുത്ത ഒരു ഡാഷ് മോളുണ്ടല്ലോ, ഫെമിന. അവളും അമ്മയെ എവിടെയുണ്ടിപ്പോൾ? എനിക്കറിയത്തില്ല സാറേ. പാപ്പി തൊഴുതു. എന്നെ കൊല്ലരുത്. എൻ്റെ മോടെ കല്യാണം അടുത്ത ആഴ്ചയാണ്, അറിയാമല്ലോ. ശ്രീനിവാസൻ ക്രൂരമായി ചിരിച്ചു. വിവാഹ പന്തലല്ലടാ, നിന്റെ ശവം കെടുത്താനുള്ള പന്തലാണ് ഇവിടെ വരിക. നിന്നെ കൊന്ന കുറ്റത്തിന് നിന്റെ ഭാര്യയും മകളും അകത്താക്കുകയും ചെയ്യും. അല്ലെങ്കിൽ പറഞ്ഞതാടാ. ശ്രീനിവാസിൻ്റെ അതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഭാവമാണ് പാപ്പി അപ്പോൾ കണ്ടത്. ഞാൻ പറഞ്ഞത് സത്യമാ സാറേ. ഒരിക്കൽ വിളിച്ചപ്പോൾ ഫെമിന കുഞ്ഞ് പറഞ്ഞിരുന്നു തേനിയിലാണെന്ന്. കേട്ടു നിന്ന ധ്രുവിനെ നെഞ്ചിടിപ്പേറി. പാപ്പി എല്ലാം തുറന്നു പറഞ്ഞാൽ തന്നേക്കാൾ മുമ്പേ ഇവരുടെ ആളുകൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞേക്കും. നീ എന്തിനാണ് എന്നെ ഒറ്റിയത്? ശ്രീനിവാസിൻ്റെ അടുത്ത ചോദ്യം. കത്തി അയാളുടെ തൊണ്ടയിൽ കുത്തിയിട്ട് മെല്ലെ താഴേക്ക് നിരക്കി ശ്രീനിവാസൻ. ഞാൻ സാറിനെ ഒറ്റിയില്ല. അംഗത്തിനും മറ്റുമെതിരെ ആരെങ്കിലും നീങ്ങിയാൽ അത് പറയണമെന്ന് മാത്രമേ ഫെമിന കുഞ്ഞ് പറഞ്ഞുള്ളൂ. എൻ്റെ മോളെ കെട്ടിക്കാൻ പണമില്ലാതിരുന്ന എന്നെ അവൾ സഹായിക്കുകയും ചെയ്തു. പണം കിട്ടിയപ്പോൾ നീ എന്നെ മറന്നു. പാപ്പിയുടെ നെഞ്ചിൽ കത്തിമുന ഇത്തിരി അമർന്നു. മറന്നതല്ല, സാറിനോട് ഞാൻ പണം ചോദിച്ചപ്പോൾ തരില്ലെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ പ്രതികാരം അല്ലേടാ? ശ്രീനിവാസിൻ്റെ മുഖം കൂടുതൽ മുറുകി. അല്ല സാർ. ഇവൻ ഈ പറയുന്നത് പോലും സത്യമല്ല. അത് ഞാൻ പറയിക്കാം. സാർ അങ്ങോട്ട് മാറി നിന്നോ. മിന്നൽ വേഗത്തിൽ നകുൽ ശ്രീനിവാസിൻ്റെ കയ്യിലെ കത്തി പിടിച്ചു വാങ്ങി. എന്നിട്ട് പാപ്പിയുടെ വലുത് കൈ പിടിച്ചുയർത്തിയതും നാഡീഞരമ്പ് അറുത്തതും ഒന്നിച്ചായിരുന്നു. ആ മൈക്കിൻ്റെ ഒച്ചയ്ക്കിടയിലും പേഴന്തുരുത്തിൽ ആ അലർച്ച മുഴങ്ങി. ചോര ചീറ്റിത്തെറിച്ചു. പറയടല്ല. നകുൽ ചോരപ്പുരണ്ട കത്തി അയാളുടെ വലതു കണ്ണിന് പുറത്ത് മുട്ടിച്ചു. ഇല്ലെങ്കിൽ നിന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കും ഞാൻ. ആഭ്യന്തരമന്ത്രിയും DGPയും അടക്കം എല്ലാവരും ഈ രംഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. DGP പെട്ടെന്ന് കൊല്ലം SP-ക്കും എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും മെസ്സേജ് നൽകി. ചാനലുകൾ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞു കഴിഞ്ഞിരുന്നു. ഇതൊന്നും അറിയാതെ നകുൽ വീണ്ടും അലറി. പാപ്പി, നിന്റെ കണ്ണ് ഞാൻ എടുക്കാൻ പോവുകയാ. ധ്രുവ മണവാളിനെ ഒന്ന് തോണ്ടി. അയാൾ പെട്ടെന്ന് ക്യാമറ ഓഫാക്കി. മജീദ് പുറത്തുണ്ടായിരുന്ന മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. കറണ്ട് പോയല്ലോ. നകുൽ പിറുപുറത്തതും വാതിൽപ്പാളി ചവിട്ടി നീക്കപ്പെട്ടു. നകുലേ, ശ്രീനിവാസൻ ഭീതിയോടെ വിളിച്ചു. അപ്പോഴേക്കും അകത്തേക്ക് ആരൊക്കെയോ ചാടി വീണു. തൻ്റെ കവിളടക്കം അടിവീണതേ ശ്രീനിവാസൻ അറിഞ്ഞുള്ളൂ. ഒപ്പം അയാളെ കുനിച്ചു നിർത്തി പുറത്താരോ ആഞ്ഞടിച്ചു. ശ്രീനിവാസന് നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല. അയാൾ പുറത്തേക്ക് വലിച്ചിഴക്കപ്പെട്ടു. കൂടെ കാതിൽ ധ്രുവിൻ്റെ ശബ്ദം കേട്ടു. ശ്രീനിവാസാ, നിന്റെ അന്ത്യകർമ്മം ചെയ്യാൻ പോവുകയാണ് ഞാൻ. ശ്രീനിവാസൻ വിറങ്ങലിച്ചു പോയി. ധ്രുവ്, ശ്രീനിവാസിൻ്റെ ശബ്ദം വിറകൊണ്ടു. എന്നാൽ അതിന് മറുപടി കിട്ടിയില്ല. പകരം കഴുത്തിൽ കുത്തിപ്പിടിച്ച് പിന്നോട്ട് നടത്തി ശിരസ് ഭിത്തിയിൽ ചേർത്ത് ഒറ്റയിടി. ആ ഉത്സവപ്പറമ്പിലെ ലൈറ്റുകൾ മുഴുവൻ തൻ്റെ തലച്ചോറിൽ മിന്നിയതുപോലെ തോന്നി ശ്രീനിവാസന്. അപകടം തിരിച്ചറിഞ്ഞ നകുൽ പുറത്തേക്ക് കുതിച്ചു. പക്ഷേ വാതിൽ കടക്കും മുമ്പ് അവൻ്റെ കാൽമുട്ടിന് താഴെ ആരോ കാൽ വീശിയടിച്ചു. അയ്യോ! നകുൽ പകുതി അകത്തും ബാക്കി വാതിലിന് പുറത്തുമായി തലയടിച്ചു വീണു. തൻ്റെ മുൻനിരയിലെ പല്ലുകൾ ഇളകിപ്പോയതുപോലെയും ചുണ്ടുകളും മൂക്കും വിണ്ടു കീറിയതുപോലെയും അവന് തോന്നി. പിന്നാലെ ആരോ ചാടി വരുന്നുവെന്ന് മനസ്സിലായതും അവൻ ഉരുണ്ടുപിരുണ്ട് എഴുന്നേറ്റു. ശേഷം ഒറ്റയോട്ടം. നകുലിൻ്റെ ഗുണ്ടകൾ അതിനു മുമ്പേ രക്ഷപ്പെട്ടിരുന്നു. ധ്രുവ് ശ്രീനിവാസിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് പുറത്തേക്ക് വലിച്ചു വെച്ചു. എന്നെ കൊല്ലല്ലേ ധ്രുവ്? അയാൾ യാചിച്ചു. ധ്രുവ് അത് ചെവി കൊണ്ടില്ല. യാക്കൂബേ, അവൻ ശബ്ദം താഴ്ത്തി. നമുക്ക് പെട്ടെന്ന് പോകണം. പോലീസും മീഡിയക്കാരും വരും. അവർ പാപ്പിയെ രക്ഷിച്ചോളും. അത് അങ്ങനെ തന്നെ വേണം താനും. ധ്രുവ് ആ പറഞ്ഞതിൻ്റെ പൊരുൾ മറ്റുള്ളവർക്ക് പിടികിട്ടിയില്ല. എത്രയും വേഗം അവരും അവിടെ നിന്നിറങ്ങി. പിന്നിൽ പാപ്പിയുടെ ഞരക്കം കേട്ടു. പേഴന്തുരുത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടന്നുകൊണ്ടിരുന്ന നാടകത്തിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടു. അടുത്ത രംഗത്തോടുകൂടി ഈ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവർ. അനൗൺസ്മെൻറ്റ് തുടരവേ അവർ ശ്രീനിവാസിനെ വലിച്ചിഴച്ചുകൊണ്ട് റെയിൽവേ ബ്രിഡ്ജിലേക്ക് കയറി. ധ്രുവ്, നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരാം. പകരം എനിക്ക് എൻ്റെ ജീവൻ മാത്രം തന്നാൽ മതി. ശ്രീനിവാസൻ വീണ്ടും അപേക്ഷിച്ചു. നിനക്കും ജീവൻ തരാനോ? ധ്രുവൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു. എൻ്റെ മുത്തച്ഛൻ്റെ നെഞ്ചിൽ കത്തി കയറ്റിയ നിനക്കോ? എൻ്റെ മുത്തശ്ശിയുടെ മരണത്തിൽ പോലും നീയും സേനാപതിയും ഉണ്ടായിരുന്നു എന്നത് ഞാൻ അറിഞ്ഞില്ലെന്ന് കരുതിയോടാ. നെഞ്ചിലേക്ക് ഒരു തീവണ്ടി പാഞ്ഞെടുക്കുന്നത് പോലെ ശ്രീനിവാസൻ നടുങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ ഇവനെ എങ്ങനെ അറിഞ്ഞു?
അവർ പാലത്തിൻ്റെ ഏതാണ്ട് പകുതി ഭാഗം പിന്നിട്ടിരുന്നു. അകലെ കൂടി ചില വാഹനങ്ങൾ പാഞ്ഞു വരുന്നതിൻ്റെ വെളിച്ചം തെങ്ങോലകൾക്കിടയിലൂടെ അവർ കണ്ടു. വേഗം ധ്രുവ് ധൃതി കൂട്ടി. അവർ 4 പേരും കൂടി ശ്രീനിവാസിനെ ആഞ്ഞു വലിച്ചു. എന്നാൽ അപ്പോഴേക്ക് 3 വാഹനങ്ങൾ അവിടെ ബ്രേക്കിട്ടു. 2 പോലീസ് വണ്ടികളും ചാനലുകാരുടെ ഒരു വാഹനവുമാണ് അതെന്ന് അവർക്ക് തോന്നി. ശ്രീനിവാസനുമായി ഇനി മുന്നോട്ട് പോന്നാൽ തങ്ങൾ കൊടുങ്ങുമെന്ന് ധ്രുവിന് ഉറപ്പായി. ഇപ്പോഴിവനെ വിട്ടേര്, ഇനിയത്തെ കാര്യം പോലീസ് നോക്കട്ടെ പറഞ്ഞിട്ട് മറ്റുള്ളവരുമായി ധ്രുവ് പാളത്തിലൂടെ ഓടി. ശ്രീനിവാസിനെ പോലീസ് പിടിക്കുമെന്നും ലൈവായി അവർ കണ്ട രംഗങ്ങൾ മതി അകത്ത് കിടക്കാനെന്നും അവനറിയാം. എന്നാൽ പോലീസ് തന്നെ കണ്ടാൽ അത് കുഴപ്പമാകുമെന്ന് ശ്രീനിവാസനും തിരിച്ചറിഞ്ഞു. ഒട്ടും ചിന്തിക്കാതെ അയാൾ പാലത്തിൽ നിന്ന് ചാടി കായലിനോട് ചേർന്നുള്ള ചതുപ്പിലേക്ക്. പോലീസുകാർ തിടുക്കത്തിൽ ടോർച്ചുകൾ തെളിച്ചുകൊണ്ട് പാലത്തോട് ചേർന്ന നടപ്പാതയിലൂടെ ഓടിപ്പോയി. ആ തക്കത്തിന് ധ്രുവും സംഘവും തങ്ങളുടെ XUV-ൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ശ്രീനിവാസിനെ വിട്ടുകളയേണ്ടി വന്നതിൽ അവന് കുണ്ഠിതം തോന്നി. അയാളെ അങ്ങ് കൊന്നാൽ മതിയായിരുന്നു, മജീദ് പിറുപിറുത്തു. പോലീസ് സംഘം പേഴന്തുരുത്തിലെത്തി. രക്തം വാർന്ന് അവശനിലയിൽ കിടക്കുന്ന പാപ്പിയെ അവർ കണ്ടെത്തി. ഉത്സവപ്പറമ്പിൽ നിന്ന് ആളുകൾ പിരിഞ്ഞു തുടങ്ങിയിരുന്നു. കഥ തുടരും.